Today we will discuss the module 2 of mechanics of solids. This module mainly deals with stress-strain relationships, the connection between stress and strain. Okay, so we already discussed in the first module the stress at a point and then the strain at a point. Now we are going to connect the stress at a point and strain at a point. That is known as stress-strain relationships. Okay, so ഇതിൽ ഫസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം ആണ്. ഈ ഡയഗ്രാം നിങ്ങൾ ഓൾറെഡി മെക്കാനിക്സ് ഓഫ് സോളിഡ് അല്ലെങ്കിൽ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ ലാബിൽ ചെയ്തിട്ടുണ്ടാവും. ടെൻസൈൽ ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടാവും വിർച്വൽ ലാബിൽ അല്ലെങ്കിൽ റിയൽ ആയിട്ട് പലരും ചെയ്തിട്ടുണ്ടാവും. ആ എക്സ്പെരിമെൻറ്റിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം പ്ലോട്ട് ചെയ്യാൻ പറ്റും. അതാണ് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാനുള്ള നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ ജനറലൈസ്ഡ് ഹൂക്സ് ലോ ആണ്. ഓക്കെ, so the introduction, we already discussed the basic concepts of stress and strain separately. അതായത് stress at a point, strain at a point തുടങ്ങിയ കൺസെപ്റ്റ്സ് ഒക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. Now we will establish relationship between stress and strain by using experimental methods. Okay, by using experimental methods to determine the stress strain diagram for a specific material. ഓരോ മെറ്റീരിയലിൻ്റെയും സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം എങ്ങനെ വരയ്ക്കാം എന്നുള്ളതാണ് with the help of experiments. അതാണ് നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. The relationship between the stress and strain components will be are termed as constitutive equations. ഈ സ്ട്രെസ്സും സ്ട്രെയിനും തമ്മിലുള്ള കണക്ഷനെ വിളിക്കുന്ന പേരാണ് constitutive equations. Other mechanical properties that are relevant to our study of mechanics of materials also will be discussed. അപ്പോൾ other mechanical properties എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ സ്ട്രെസ്സും സ്ട്രെയിനും തമ്മിലുള്ള റിലേഷൻ ഉണ്ടാക്കും, അല്ലെങ്കിൽ കൺസ്റ്റിറ്റ്യൂട്ടീവ് ഇക്വേഷൻസ് ഉണ്ടാക്കും. അത് കഴിഞ്ഞിട്ട് മെറ്റീരിയൽ പ്രോപ്പർട്ടീസ് ലൈക്ക് യങ്സ് മോഡുലസ്, ബൾക്ക് മോഡുലസ്, മോഡുലസ് ഓഫ് റിജിഡിറ്റി, പോയിസോൺസ് റേഷ്യോ, അങ്ങനെ കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. ആ പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ അത് കഴിഞ്ഞിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇത് ഫസ്റ്റ് പാർട്ട് തിയറിയാണ്. സോ ഈ സ്ലൈഡ് നിങ്ങൾക്ക് വായിച്ചാൽ തന്നെ മനസ്സിലാവും. സോ ഞാൻ കുറച്ച് ഫാസ്റ്റ് ആയിട്ടായിരിക്കും എടുക്കും. ദെൻ ഫസ്റ്റ് ടെൻഷൻ ആൻഡ് കംപ്രഷൻ ടെസ്റ്റ്. ടെൻഷൻ ടെസ്റ്റും ഉണ്ട്, അതേപോലെ കംപ്രഷൻ ടെസ്റ്റും ഉണ്ട്. ഇപ്പോൾ സപ്പോസ് മൈൽഡ് സ്റ്റീൽ, അതായത് ഡക്റ്റൈൽ മെറ്റീരിയൽ ഒക്കെ ആണെങ്കിൽ നമുക്ക് ടെൻഷൻ ടെസ്റ്റ് ആണ് മെയിൻലി നടത്തുക. ചിലപ്പോൾ കോൺക്രീറ്റ് പോലുള്ള ബ്രിട്ടിൽ മെറ്റീരിയൽസ് ആണെങ്കിൽ നമ്മൾ കംപ്രഷൻ ടെസ്റ്റ് ആണ് നടത്തുക. രണ്ട് ടെസ്റ്റും നടത്താറുണ്ട്. സോ ഇവിടെ നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്ന ടെൻഷൻ ടെസ്റ്റാണ്. സോ ദ ഫസ്റ്റ് പോയിന്റ്, strength of a material depends on its ability to sustain a load without undue deformation or failure. അപ്പം ഒരു ബോഡീൻ്റെ സ്ട്രെങ്ത്, ഇതാണ് സ്ട്രെങ്ത് എന്നുള്ള വേർഡിൻ്റെ മീനിങ്. കറക്റ്റ് ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റിൻ്റെ സ്ട്രെങ്ത് മീൻസ് ആ ഒബ്ജക്റ്റിന് ഡീഫോർമേഷനും റെസിസ്റ്റ് ചെയ്യാനുള്ള, ആ ഒബ്ജക്റ്റിൽ നമ്മൾ എക്സ്റ്റേണൽ ലോഡ് കൊടുക്കുമ്പം ആ ഡീഫോർമേഷനെ റെസിസ്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ അത് ഫെയിലിയർ ആവാതെ റെസിസ്റ്റ് ചെയ്യാനുള്ള എബിലിറ്റീനെയാണ് strength എന്ന് പറയുന്നത്. സോ സ്ട്രെങ്ത് ഓഫ് എ മെറ്റീരിയൽ മീൻസ് ഓർ ഡിപ്പെൻഡ്സ് ഓൺ ഇറ്റ്സ് എബിലിറ്റി ടു സസ്റ്റെയിൻ എ ലോഡ് വിത്തൗട്ട് അൺഡ്യൂ ഡിഫോർമേഷൻ ഓർ ഫെയിലിയർ ആവാതെ റെസിസ്റ്റ് ചെയ്യാനുള്ള ഒരു ബോഡീൻ്റെ റെസിസ്റ്റൻസിനെയാണ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. സോ ഈ സ്ട്രെങ്ത് ഓഫ് എ മെറ്റീരിയൽ നമ്മൾ കണ്ടുപിടിക്കുന്നത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എക്സ്പെരിമെൻ്റ് ആണ്. ആ എക്സ്പെരിമെൻറ്റിനെ വിളിക്കുന്ന പേരാണ്, that experiment is known as tension or compression stress. One of the most important tests to determine strength of a material is the tension or compression test. Okay, once this test is performed, we can determine the relationships between the average normal stress and average normal strain in many engineering materials such as metals, mild steel പോലുള്ള metals, ceramics, polymers and composites. Okay, so ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ഒബ്ജക്റ്റിൻ്റെ സ്ട്രെങ്ത് ഫിക്സ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ സ്ട്രെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ടെൻഷൻ ടെസ്റ്റ് നടത്തുന്നത്. സോ ആ ടെൻഷൻ ടെസ്റ്റ് നടത്തുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി സ്ട്രെസ്സും സ്ട്രെയിനും തമ്മിലുള്ള റിലേഷൻഷിപ്സും കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ സ്ട്രെസ് അറ്റ് ഈ ടെസ്റ്റ് വെച്ചിട്ട് നമ്മൾ ആവറേജ് വാല്യൂസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സ്ട്രെസ് അറ്റ് എ പോയിന്റ് അല്ലെങ്കിൽ സ്ട്രെയിൻ അറ്റ് എ പോയിന്റ് എന്നുള്ള സിംഗിൾ പോയിന്റ് അല്ല കിട്ടുന്നത്. ടെൻഷൻ ടെസ്റ്റ് വെച്ചിട്ട് നമുക്ക് ആ ഒബ്ജക്റ്റിൻ്റെ ആവറേജ്, അതായത് ആവറേജ് സ്ട്രെസ് ഈസ് ഈക്വൽ ടു ലോഡ് ബൈ ഏരിയ, ടോട്ടൽ ക്രോസ് സെക്ഷണൽ ഏരിയ എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന സ്ട്രെസ്, അതിനെയാണ് ആവറേജ് നോർമൽ സ്ട്രെസ് എന്ന് പറയുന്നത്. അതേമാതിരി ആവറേജ് നോർമൽ സ്ട്രെയിനുമാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ,
സോ നിങ്ങൾ ലാബിൽ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ ലാബിൽ ചെയ്തിട്ടുണ്ടാവും, വിർച്വൽ ലാബിൽ കണ്ടിട്ടുണ്ടാവും. യൂണിവേഴ്സൽ ടെസ്റ്റിംഗ് മെഷീൻ, ഇങ്ങനെ ഒരു എക്യുപ്മെൻറ്റ് വെച്ചിട്ടാണ് അല്ലെങ്കിൽ ഒരു മെഷീൻ വെച്ചിട്ടാണ് നമ്മൾ ടെൻഷൻ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ യൂസ് ചെയ്യുന്ന ഒരു സ്റ്റാൻഡേർഡ് സ്പെസിമെൻ ഉണ്ട്. ഇപ്പോൾ മൈൽഡ് സ്റ്റീലാണ് ജനറലി നമ്മൾ ടെൻഷൻ ടെസ്റ്റ് ഗ്രാഫൊക്കെ പ്ലോട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. കാരണം ഗ്രാഫൊക്കെ എല്ലാ പോയിന്റും ക്ലിയർ ആയിട്ട് വിസിബിൾ ആവുന്നത് മൈൽഡ് സ്റ്റീൽ യൂസ് ചെയ്യുമ്പോഴാണ്. അതായത് ഡക്റ്റൈൽ മെറ്റീരിയൽ യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് കറക്റ്റ് എക്സാക്ട് പിക്ചർ കിട്ടുക. ഇപ്പം ഇവിടെ ഒരു മൈൽഡ് സ്റ്റീൽ സ്പെസിമെൻ ആണെന്ന് വെച്ചു, ഒരു മൈൽഡ് സ്റ്റീൽ സ്പെസിമെൻ ഉണ്ടാവും, അതിൻ്റെ രണ്ട് എൻഡും ഇങ്ങനെ ഗ്രിപ്പ് ചെയ്തിട്ടുണ്ടാവും. ഇതിൻ്റെ യു ടി എമ്മിൻ്റെ ജോയിൻ്റ് ഇവിടെയാണ് സ്പെസിമെൻ ഫിക്സ് ചെയ്യുക. ജോയിൻ്റ് ഉള്ളിലേക്ക് ഈ ഗ്രിപ്പ് ഉള്ള പോർഷൻ ഈ രണ്ട് പാർട്ടിൻ്റെ ഉള്ളിലേക്ക് പോകും. ദെൻ ഈ യു ടി എമ്മിൽ ഇവിടെ മോട്ടറും ലോഡ് കൺട്രോൾ ചെയ്യാനുള്ള പോർഷൻസ് ഒക്കെ ഉണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് ഈ ഒബ്ജക്റ്റിന് നമുക്ക് ടെൻഷൻ കൊടുക്കാം. ഇങ്ങോട്ടും ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യാൻ പറ്റും, ഇങ്ങോട്ടും ഒരു ടെൻസൈൽ ഫോഴ്സ് അപ്ലൈ ചെയ്യാൻ പറ്റും. ആ ഫോഴ്സ് നമുക്ക് ഇവിടെ ഡയൽ വെച്ചിട്ട് റീഡ് ചെയ്യാനും പറ്റും. സോ ഗ്രാജുവലി നമ്മൾ എന്ത് ചെയ്യും, ഫ്രം ലോഡ് സപ്പോസ് പി ആണ് ലോഡെങ്കിൽ ലോഡ് 0 തൊട്ടിട്ട് സ്ലോലി നമ്മൾ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. സ്ലോ തൊട്ട് 1 കിലോ ന്യൂട്ടൺ അല്ലെങ്കിൽ 1 കിലോ ന്യൂട്ടൺ കൊടുക്കും, 2 കിലോ ന്യൂട്ടൺ കൊടുക്കും. അങ്ങനെ ലോഡ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. സോ ലോഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ സ്പെസിമെന് ഡീഫോർമേഷൻ ഉണ്ടാവും, അതിൻ്റെ ലെങ്ത് ഇൻക്രീസ് ആവും. ഈ ലെങ്ത് ഇൻക്രീസ് ആവും, അറ്റ് ദ സെയിം ടൈം ഈ ഏരിയ അല്ലെങ്കിൽ ഡയമീറ്റർ ഡിക്രീസ് ആവും. ഓക്കെ, സോ അത് നമ്മൾ മെഷർ ചെയ്യും. അത് വെച്ചിട്ടാണ് സ്ട്രെസ്സും സ്ട്രെയിനും തമ്മിലുള്ള കണക്ഷൻ നമ്മൾ റിലേഷൻഷിപ്പ് ഉണ്ടാക്കുന്നത്. അതാണ് എക്സ്പെരിമെൻ്റ് പ്രൊസീജിയർ. അപ്പോൾ അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. നിങ്ങൾ വിർച്വൽ ലാബിൽ അല്ലെങ്കിൽ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ ലാബ് ചെയ്യുമ്പം കറക്റ്റ് പിക്ചർ കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയും മനസ്സിലാക്കുക. യു ടി എം എന്നുള്ള മെഷീൻ, യൂണിവേഴ്സൽ ടെസ്റ്റിംഗ് മെഷീനിലാണ് ടെൻഷൻ ടെസ്റ്റോ അല്ലെങ്കിൽ കംപ്രഷൻ ടെസ്റ്റോ നമ്മൾ നടത്തുന്നത്. സ്പെസിമെൻ ഒരു സ്റ്റാൻഡേർഡ് സ്പെസിമെൻ ഉണ്ടാവും, മൈൽഡ് സ്റ്റീൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മെറ്റീരിയൽ സ്പെസിമെൻ ഉണ്ടാവും. ദെൻ നമുക്ക് എക്സ്പെരിമെൻ്റ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്ക് ലെങ്ത് ഒക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 2 പോയിന്റ് ഫിക്സ് ചെയ്യും. ആ പോയിന്റിന് ഇടയിലുള്ള ലെങ്ത്തിന് വരുന്ന ചേഞ്ചാണ് നമ്മൾ എക്സ്പെരിമെൻ്റ് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. ആ ലെങ്ത്തിന് വിളിക്കുന്ന പേരാണ് ഗേജ് ലെങ്ത്. ഓക്കെ, ഹിയർ ദ ഒറിജിനൽ ലെങ്ത് ഈസ് 51 mm എന്നാണ്. നമുക്ക് എക്സ്പെരിമെൻ്റ് കഴിയുമ്പോൾ ഫൈനൽ ലെങ്ത് ഇതിൽ കൂടുതലായിരിക്കും, 50 mm, ഒരു 55 അങ്ങനെ എന്തെങ്കിലും ലെങ്ത് ഇൻക്രീസ് ആയി എന്ന് വിചാരിക്കും. അതേമാതിരി ഇതിന് ഡയമീറ്റർ, ഈ ഒരു പോർഷനിൽ ഇതിന് യൂണിഫോം ക്രോസ് സെക്ഷൻ ആയിരിക്കും. ഡയമീറ്റർ ഒരു 13 mm ആയിട്ടാണ് ജനറലി എടുക്കുക സ്റ്റാൻഡേർഡ് സ്പെസിമെനിൽ. ഓക്കെ, നൗ once the stress and strain data from the test are known, then the results can be plotted to produce a curve called the stress strain diagram. So നമുക്ക് ഈ യു ടി എം എക്സ്പെരിമെൻ്റ് നടത്തിയിട്ട് നമ്മൾ ലോഡ് മെഷർ ചെയ്യാൻ പറ്റും, ലോഡ് ഡയലിൽ കാണിക്കും. ലോഡ് ബൈ ഒറിജിനൽ ഏരിയ, ഈ സ്പെസിമെൻ്റെ ഏരിയ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ട്രെസ് കിട്ടും. അതേപോലെ ഇപ്പോൾ ഇനീഷ്യൽ ലെങ്ത് LO ആണെന്ന് ഞാൻ പറഞ്ഞു. ആഫ്റ്റർ ദ എക്സ്പെരിമെൻറ്റ് ആ ലെങ്ത് LF ആയെന്ന് വിചാരിച്ചു. ഫൈനൽ ലെങ്ത് ഓഫ് ദ സ്പെസിമെൻ നമുക്ക് ഫോഴ്സ് കൊടുത്തുകൊണ്ട് ഇത് സ്ട്രെച്ച് ആയി അല്ലെങ്കിൽ ഇലോങ്ങേറ്റ് ആയി, ടെൻസൈൽ ടെസ്റ്റ് ആയതുകൊണ്ട് ഇലോങ്ങേറ്റ് ആവും. ഇലോങ്ങേറ്റ് ചെയ്ത് കിട്ടിയ ഫൈനൽ ലെങ്ത് LF ആണെങ്കിൽ നമുക്ക് സ്ട്രെയിനും കണ്ടുപിടിക്കാം. നോർമൽ സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ലെങ്ത്, അതായത് LF മൈനസ് LO, ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. ഇതായിരിക്കും സ്ട്രെയിൻ. അതേമാതിരി ലോഡ്, നമ്മൾ കൊടുക്കുന്ന ആക്സിയൽ ലോഡ് ഗ്രാജുവലി നമ്മൾ 0 തൊട്ടിട്ട് ഇൻക്രീസ് ചെയ്യുന്ന ലോഡ് ബൈ ഏരിയ ചെയ്ത് ഒറിജിനൽ ഏരിയ ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രെസ്സും കിട്ടും, നോർമൽ സ്ട്രെസ്സും കിട്ടും. ഈ 2 വാല്യൂം കിട്ടിക്കഴിഞ്ഞാൽ ഈ സ്ട്രെസ്സിൻ്റെ വാല്യൂം സ്ട്രെയിൻ്റെ വാല്യൂം കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ യൂണിവേഴ്സൽ ടെസ്റ്റിംഗ് മെഷീൻ വി ക്യാൻ പ്ലോട്ട് ദ സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഓർ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം. This diagram is very useful since it applies to the specimen of the material made of any size. ഇപ്പം സൈസ് നമുക്ക് ഏത് സൈസിലുള്ള മെറ്റീരിയലിനും ഈ ഡയഗ്രാം വെച്ചിട്ട് നമുക്ക് അതിൻ്റെ റിലവൻറ്റ് പോയിന്റ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. There are 2 ways in which the stress strain diagrams is normally described. Generally നമുക്ക് യു ടി എം വെച്ചിട്ട് സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം 2 രീതിയിലാണ് പ്ലോട്ട് ചെയ്യുക. ഫസ്റ്റ് വൺ കൺവെൻഷണൽ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം ഉണ്ട്, സെക്കൻഡ് വൺ ട്രൂ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം ഉണ്ട്. അപ്പോൾ 2 രീതി ഉണ്ട് എന്ന് പറഞ്ഞു. ഫസ്റ്റ് വൺ കൺവെൻഷണൽ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം, സെക്കൻഡ് വൺ ട്രൂ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം. അപ്പോൾ എന്താണ് ഇത് കൺവെൻഷണൽ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം ട്രൂ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് വൺ കൺവെൻഷണൽ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം.
The nominal or engineering stress is determined by dividing the applied load P by the specimen's original cross-sectional area A0. ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന സ്ട്രെസ്സിനെയാണ്, അതായത് ലോഡ് ഡിവൈഡഡ് ബൈ ഇനീഷ്യലി സ്പെസിമെൻ എന്തായിരുന്നു ഏരിയ ഉണ്ടായിരുന്നത്, ആ ഏരിയനെ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് സ്ട്രെസ് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് എഞ്ചിനീയറിംഗ് ഓർ നോമിനൽ സ്ട്രെസ് എന്ന് പറയാം. Okay, so here the calculation assumes that the stress is constant over the cross section and throughout the gauge length. Gauge length total അതിൻ്റെ ഒരു ആവറേജ് വാല്യൂ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, കോൺസ്റ്റൻ്റ് ആണ് എന്നുള്ള അസംഷനിലാണ്. ഓക്കെ, അതേപോലെ നോമിനൽ ഓർ എഞ്ചിനീയറിംഗ് സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ലെങ്ത്, ആ സ്പെസിമെൻ ഉണ്ടായ ചേഞ്ച് ഇൻ ലെങ്ത് ഡെൽറ്റ മീൻസ് ഞാൻ ഓൾറെഡി പറഞ്ഞു എൽ എഫ് മൈനസ് എൽ നോട്ട് ഡിവൈഡഡ് ബൈ ഇനീഷ്യൽ ഗേജ് ലെങ്ത് എന്താണോ ആ ഗേജ് ലെങ്ത് വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ ആ ടൈപ്പ് സ്ട്രെയിനെയാണ് നോമിനൽ ഓർ എഞ്ചിനീയറിംഗ് സ്ട്രെയിൻ എന്ന് പറയാം. ഓക്കെ, അപ്പം ഇങ്ങനെ ഈ രണ്ട് സ്ട്രെസ്സും സ്ട്രെയിനും വെച്ചിട്ടാണ് നമ്മൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് കൺവെൻഷണൽ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രം എന്ന് പറയാം. ഓക്കെ, ഇവിടെ ഓർമ്മിക്കാനുള്ളത് എപ്പോഴും ഒറിജിനൽ ഏരിയയെയും ഒറിജിനൽ ലെങ്തിനെയും ഇനീഷ്യൽ ഞാൻ നേരത്തെ കാണിച്ച സ്പെസിമെൻ്റെ ഇങ്ങനെ സ്പെസിമെൻ ആണുള്ളതെങ്കിൽ ആ സ്പെസിമെൻ്റെ ഇതാണ് സ്പെസിമെൻ എങ്കിൽ അതിൻ്റെ ഇനീഷ്യൽ ഗേജ് ലെങ്ത്, ഈ രണ്ട് പോയിന്റ് തമ്മിലുള്ള ഇനീഷ്യൽ ഗേജ് ലെങ്തിനെയും ഈ ക്രോസ് സെക്ഷണൽ ഇനീഷ്യൽ ഏരിയനെയും ബേസ് ചെയ്തിട്ടാണ് സ്ട്രെസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ അതേമാതിരി സ്ട്രെയിനും കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ ഇറ്റ് ഈസ് നോൺ ആസ് കൺവെൻഷണൽ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം. ഓക്കെ, ഇനി അതിന് പകരം ഇത് നമ്മൾ അടുത്ത വരുന്ന സ്ലൈഡിൽ കൂടുതൽ ഡിസ്കസ് ചെയ്യും, ഇപ്പം ജസ്റ്റ് ഒന്ന് പറയാം. ഇതിന് പകരം ഈ ഇനീഷ്യൽ ഏരിയയ്ക്ക് പകരം നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഓരോ ലോഡും ആക്ട് ചെയ്യുമ്പം അവിടെ ഉണ്ടാവുന്ന ഇൻസ്റ്റൻറ്റേനിയസ് ഏരിയ വെച്ചിട്ടാണ് സ്ട്രെസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് ട്രൂ സ്ട്രെസ് എന്ന് പറയാം. അപ്പം ആക്ച്വലി എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ ലോഡ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ഈ ഏരിയ ഡിക്രീസ് ചെയ്ത് വരും. ലോഡ് ഒരു 10 കിലോ ന്യൂട്ടൺ ആകുമ്പോൾ ഒരു പെർട്ടിക്കുലർ ഏരിയ ആയിരിക്കും, 11 ആകുമ്പോൾ ഏരിയ ഒന്നും കൂടി കുറയും, 12 ആകുമ്പോൾ ഏരിയ പിന്നെയും ഡിക്രീസ് ചെയ്യും. അങ്ങനെ ഓരോ ലോഡിനും ഓരോ ഇൻസ്റ്റന്റിൽ ഏരിയ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. സോ ഇഫ് യു കാൽക്കുലേറ്റ് ദ കറസ്പോണ്ടിങ് ലോഡ് ഡിവൈഡഡ് ബൈ ദാറ്റ് ഇൻസ്റ്റന്റേനിയസ് ഏരിയ, then we will get that corresponding stress is known as true stress or അതേപോലെ കറസ്പോണ്ടിങ് സ്ട്രെയിൻ, ഇത് ലോഡ് കൊടുക്കുന്നതിനനുസരിച്ച് ഈ ലെങ്ത്തും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. സോ ഇവിടെ ഒറിജിനൽ ലെങ്ത്തിന് പകരം ഇൻസ്റ്റൻറ്റേനിയസ് ലെങ്ത് വെച്ചിട്ടാണ് നമ്മൾ സ്ട്രെയിൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് കൈൻഡ് ഓഫ് സ്ട്രെയിൻ ഈസ് നോൺ ആസ് ട്രൂ സ്ട്രെയിൻ. അപ്പം അതിനെയും നമുക്ക് ഗ്രാഫായിട്ട് പ്ലോട്ട് ചെയ്യാൻ പറ്റും. ആ ഗ്രാഫിനെ വിളിക്കുന്ന പേരാണ് ട്രൂ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം. ഇപ്പം നമുക്ക് കൺവെൻഷണൽ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം നോക്കാം. നിങ്ങൾ സിലബസ് പോയിന്റ് ഓഫ് വ്യൂ പറയുകയാണെങ്കിൽ കൺവെൻഷണൽ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം ആണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇതിൽ രണ്ടും കാണിച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണ് ഇതൊരു സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം. ഞാൻ നേരത്തെ പറഞ്ഞു ഡക്റ്റൈൽ മെറ്റീരിയലിൻ്റെ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം ആണ് കൂടുതൽ നമുക്ക് എല്ലാ പോയിന്റും മാർക്ക് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് അതാണ് ജനറലി യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ മൈൽഡ് സ്റ്റീലിൻ്റെ ഒരു സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം ആണ്. അപ്പോൾ ഇത് സ്കെയിൽ വെച്ചിട്ടൊന്നുമല്ല, അതായത് ലെങ്ത് ഒന്നും കറക്റ്റ് അല്ല, നമുക്ക് എല്ലാം വിസിബിൾ ആവാൻ വേണ്ടിയിട്ട് ഈ ലെങ്ത് ഒക്കെ എൻലാർജ് ചെയ്തിട്ടാണ് വരച്ചിട്ടുള്ളത്. സോ വൈ ആക്സിസിൽ സ്ട്രെസ് പ്ലോട്ട് ചെയ്തു, എക്സ് ആക്സിസിൽ സ്ട്രെയിനും പ്ലോട്ട് ചെയ്തു. ഒരു ടെൻസൈൽ ടെൻഷൻ ടെസ്റ്റ് നടത്തി അതിന് കിട്ടിയ റീഡിങ്സ് വെച്ചിട്ട് സ്ട്രെസ് കാൽക്കുലേറ്റ് ചെയ്തു, സ്ട്രെയിൻ കാൽക്കുലേറ്റ് ചെയ്തു. ദെൻ അതിനൊരു ഗ്രാഫ് പ്ലോട്ട് ചെയ്താൽ കുറേ ഡക്റ്റൈൽ മെറ്റീരിയൽ, ഫോർ എക്സാമ്പിൾ മൈൽഡ് സ്റ്റീലിൻ്റെ ഗ്രാഫ് പ്ലോട്ട് ചെയ്താൽ ദ ഷേപ്പ് ഓഫ് ദ ഗ്രാഫ് വിൽ ബി ലൈക്ക് ദിസ്. ഇതിൽ ഈ കാണിച്ചിട്ടുള്ള ഗ്രാഫാണ്, ഇതാണ് ട്രൂ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ്. രണ്ട് ഗ്രാഫ് ഉണ്ട് എന്ന് പറഞ്ഞു. അതിൽ ഈ ലൈൻ, അപ്പർ ബ്ലൂ ലൈൻ ഈസ് നോൺ ആസ് ട്രൂ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് ആൻഡ് ദിസ് ഗ്രാഫ്, ഈ ബോട്ടം വരുന്ന ഈ ഗ്രാഫാണ് നമ്മളെ എൻജിനീയറിംഗ് സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ്. ഓക്കെ, നൗ ഇതിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നിങ്ങളോട് ചോദിക്കും പ്ലോട്ട് ദ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് ആൻഡ് മാർക്ക് ഓൾ ദ വേരിയസ് റീജിയൻസ്. ഈ ഓരോ റീജിയനും മാർക്ക് ചെയ്യാൻ പറയും. ഇലാസ്റ്റിക് റീജിയൻ, yielding, സ്ട്രെയിൻ ഹാർഡനിങ്, നെക്കിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് 4 റീജിയനാണ് മെയിനായിട്ട് ഈ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫിൽ വരുന്നത്.
സോ നിങ്ങൾക്ക് ഈ സ്ലൈഡ് വായിച്ചാൽ തന്നെ മനസ്സിലാവും. സോ കൂടുതൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഫ്രം ദ ഡയഗ്രാം വി ക്യാൻ ഐഡൻറ്റിഫൈ 4 ഡിഫറെൻറ്റ് റീജിയൻസ് ഇൻ വിച്ച് ദ മെറ്റീരിയൽ ബിഹേവ്സ് ഇൻ എ യൂണീക്ക് വേ ഡിപ്പെൻഡിങ് ഓൺ ദ എമൗണ്ട് ഓഫ് സ്ട്രെയിൻ ഇൻഡ്യൂസ്ഡ് ഇൻ ദ മെറ്റീരിയൽ. അപ്പോൾ ഇതിന് ഈ എക്സ് ആക്സിസ് കാണിച്ച സ്ട്രെയിൻ ആണ്. ഈ സ്ട്രെയിനിൻ്റെ ഒക്കെ ലെങ്ത്തിനനുസരിച്ച് എത്ര സ്ട്രെയിൻ, ഇവിടെ ഈ സ്ട്രെയിൻ എത്രയാണ്, അങ്ങനെ ഓരോ സ്ട്രെയിനിനൊക്കെ അനുസരിച്ച് നമുക്ക് ഡിഫറെൻറ്റ് റീജിയൻ ആക്കി മാറ്റാം. അത് പെർമനൻറ്റ് സ്ട്രെയിൻ ആണോ, അല്ലെങ്കിൽ പെർമനൻറ്റ് ഡിഫോർമേഷൻ ആണോ, അല്ലെങ്കിൽ ഇലാസ്റ്റിക് ഡിഫോർമേഷൻ ആണോ, അതിനൊക്കെ ബേസ് ചെയ്തിട്ട് നമുക്ക് 4 റീജിയൻ ആക്കിയിട്ട് ഈ ഗ്രാഫിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് വൺ ഈസ് ഇലാസ്റ്റിക് റീജിയൻ, സെക്കൻഡ് വൺ yielding, ദെൻ സ്ട്രെയിൻ ഹാർഡനിങ് ആൻഡ് ഫൈനലി നെക്കിങ്. ഈ 4 റീജിയൻ ആണ് ഒരു ടിപ്പിക്കൽ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രത്തിൽ ഉണ്ടാവുക ഫോർ എ ഡക്റ്റൈൽ മെറ്റീരിയൽ. ഫസ്റ്റ് വൺ ഇലാസ്റ്റിക് റീജിയൻ. ഇലാസ്റ്റിക് റീജിയൻ എന്ന് പറഞ്ഞാൽ ഈ ഓറഞ്ച്, ഈ ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡുള്ള റീജിയൻ ആണ് ഇലാസ്റ്റിക് സ്ട്രെയിൻ റീജിയൻ എന്ന് പറഞ്ഞാൽ. ദ ഇനീഷ്യൽ റീജിയൻ ഓഫ് ദ കർവ് ഈസ് റെഫേർഡ് ടു ആസ് ഇലാസ്റ്റിക് റീജിയൻ. ദ കർവ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ. ഇതിൽ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഇതാണ്. ഇലാസ്റ്റിക് റീജിയനിൽ ദ കർവ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ അപ് ടു ദ പോയിന്റ് വേർ ദ സ്ട്രെസ് റീച്ചസ് ദ പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റ് സിഗ്മ PL. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതെല്ലാം എക്സ്പെരിമെൻ്റ് നടത്തിയിട്ട് കിട്ടിയ റീഡിങ്സ് വെച്ചിട്ട് വരച്ചതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ റീഡിങ്സ് വെച്ച് വരയ്ക്കുമ്പം ഈ ഗ്രാഫിൻ്റെ ഷേപ്പ് ഇങ്ങനെയാണ് കിട്ടിയത്. അപ്പോൾ ഞാൻ ഈ ലാർജ് വ്യൂ കാണിക്കാം. ഇതിൽ ഒരു പെർട്ടിക്കുലർ പോയിന്റ് വരെ, അതായത് ഇവിടെ കാണിച്ച ഈ സിഗ്മ PL, ഈ സ്ട്രെസ് സിഗ്മ PL എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ് വരെ സ്ട്രെസ്സും സ്ട്രെയിനും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണ്, അല്ലെങ്കിൽ ഈ ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആണ്. ആ റീജിയനിൽ വരുന്ന റീജിയനെയാണ് ഇലാസ്റ്റിക് റീജിയൻ എന്ന് പറയാം. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞത്. ദ കർവ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ അപ് ടു ദ പോയിന്റ് വേർ ദ സ്ട്രെസ് റീച്ചസ് ദ പ്രൊപ്പോർഷണൽ ലിമിറ്റ്. ഈ പ്രൊപ്പോർഷണൽ ലിമിറ്റ് വരെ സ്ട്രെസ്സും സ്ട്രെയിനും സ്ട്രെയിറ്റ് ലൈൻ ആണ്, അല്ലെങ്കിൽ ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആണ്. When the stress slightly exceeds the proportional limit, the curve bends until the stress reaches an elastic limit. ഇനി ഇവിടം തൊട്ടിട്ട് തൊട്ടടുത്ത് തന്നെ ബെൻഡ് ചെയ്യാൻ തുടങ്ങി. ഈ പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റ് കഴിഞ്ഞാൽ കർവ്, ഇപ്പോൾ ഇനീഷ്യലി റഫായിട്ട് ഒന്നുകൂടി എൻലാർജ് ചെയ്ത് വരയ്ക്കുകയാണെങ്കിൽ ഇനീഷ്യലി ഇങ്ങനെയായിരുന്നു കർവ് ഉണ്ടായിരുന്നത്. ഈ പോയിന്റ് വരെ ഇതാണ് സിഗ്മ PL എന്ന് പറഞ്ഞ പോയിന്റ്, സ്ട്രെയിറ്റ് ലൈൻ ആണ്. അത് കഴിഞ്ഞാൽ കർവ് അതിനെ ജസ്റ്റ് ബെൻഡ് ചെയ്യാൻ തുടങ്ങും. സോ തൊട്ടടുത്ത പോയിന്റ് തൊട്ടിട്ട് ബെൻഡ് ചെയ്യാൻ തുടങ്ങും. ആ പോയിന്റിനെയാണ് ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയുന്നത്. ആ ബെൻഡിങ് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റിനെയാണ് ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ യൂഷ്വലി പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റും ഇലാസ്റ്റിക് ലിമിറ്റ് എന്നൊക്കെ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ വളരെ തൊട്ടടുത്തടുത്ത പോയിന്റ് ആയിരിക്കും. നമുക്ക് ഇതേപോലെ ഇങ്ങനെ ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാനൊന്നും പറ്റില്ല. മെജോറിറ്റി ഓഫ് ദ മെറ്റീരിയൽസിനും രണ്ടും ഒരേ അപ്രോക്സിമേറ്റ്ലി കോയിൻസൈഡ് ചെയ്യുന്ന പോയിന്റ്സ് ആയിരിക്കും. സോ ഈ പോയിന്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി ഉപയോഗിക്കാറുണ്ട്. ചില കേസിൽ പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റിന് പകരം ഇലാസ്റ്റിക് ലിമിറ്റ് ഉപയോഗിക്കും, ചിലപ്പോൾ ഇലാസ്റ്റിക് ലിമിറ്റിന് പകരം പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റ് ഉപയോഗിക്കും. എല്ലാം അടുത്തടുത്ത പോയിന്റ്സ് ആണ്. ബട്ട് ഡെഫിനിഷൻ പ്രകാരം ഈ ഗ്രാഫ് പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റ് വരെ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അത് കഴിഞ്ഞാൽ അതിന് കർവ് ചെയ്യാൻ തുടങ്ങും. ഈ ഗ്രാഫ് കർവ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ദെൻ ഈ പോയിന്റ് വരെ, ഈ ഇലാസ്റ്റിക് ലിമിറ്റ് എന്നുള്ള പോയിന്റ് വരെ, അതായത് ഇവിടെ കാണിച്ച ഈ പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റ് കഴിഞ്ഞിട്ടുള്ള പോയിന്റ് വരെ ഈ മെറ്റീരിയലിന് ഇലാസ്റ്റിക് ആയിരിക്കും. ദാറ്റ് മീൻസ് നമുക്ക് ഈ ലോഡ്, നമുക്കിപ്പോൾ പെട്ടെന്ന് ഈ ലോഡ് റിമൂവ് ചെയ്ത് സ്പെസിമെൻ്റെ മുകളിൽ നിന്ന് ലോഡ് റിമൂവ് ചെയ്താലും ഈ മെറ്റീരിയൽ ഒറിജിനൽ കണ്ടീഷനിലേക്ക് ഇതേ പാത്ത് കൂടെ തിരിച്ചു വന്ന് ഈ ഒറിജിനൽ കണ്ടീഷനിലേക്ക് തന്നെ തിരിച്ചെത്തും. അതായത് ദ മെറ്റീരിയൽ റീഗെയിൻസ് ഇറ്റ്സ് ഒറിജിനൽ ഷേപ്പ്. ഇപ്പോൾ നമുക്ക് ലോഡ് കൊടുക്കുമ്പോൾ അതിന് ഡീഫോർമേഷൻ ഉണ്ടാവും. ഡീഫോർമേഷൻ ഈ ഇലാസ്റ്റിക് ലിമിറ്റിൻ്റെ ഉള്ളിലാണ്, അല്ലെങ്കിൽ ഈ പ്രൊപ്പോർഷണൽ ലിമിറ്റിന് തൊട്ടടുത്തുള്ള പോയിന്റിൻ്റെ ഉള്ളിലാണ് ഉള്ളതെങ്കിൽ ആ മെറ്റീരിയലിന് അതിൻ്റെ ഒറിജിനൽ ഷേപ്പിലേക്ക് തിരിച്ചു വരാനുള്ള കഴിവുണ്ടാവും. ദ മെറ്റീരിയൽ ക്യാൻ റീഗെയിൻ ഇറ്റ്സ് ഒറിജിനൽ ഷേപ്പ്. ആ റീജിയനെയാണ്, ആ പെർട്ടിക്കുലർ പ്രോപ്പർട്ടീനെയാണ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയാം. ആൻഡ് ദിസ് പെർട്ടിക്കുലർ റീജിയൻ ഈസ് നോൺ ആസ് ഇലാസ്റ്റിക് റീജിയൻ. അതാണ് ലാസ്റ്റ് പറഞ്ഞിട്ടുള്ളത്. ഇലാസ്റ്റിക് റീജിയൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ സ്പെഷ്യാലിറ്റി മീൻസ് ഇഫ് ലോഡ് ഈസ് റിമൂവ്ഡ് അപ്പോൺ reaching the elastic limit, the specimen will return to its original shape. അപ്പോൾ ഇലാസ്റ്റിക് ഡീഫോർമേഷൻ ആണ് അവിടെ ഉള്ളത്. ഇലാസ്റ്റിക് ഡീഫോർമേഷൻ മീൻസ് ദ മെറ്റീരിയൽ ക്യാൻ റീഗെയിൻ ഇറ്റ്സ് ഒറിജിനൽ ഷേപ്പ്. ബട്ട് ഈ ഇലാസ്റ്റിക് ലിമിറ്റ് കഴിഞ്ഞിട്ടും പിന്നെയും നമ്മൾ ലോഡ് ചെയ്യാം. സപ്പോസ് നമ്മൾ ഇനീഷ്യലി ലോഡ് 0 കൊടുത്ത് ഇൻക്രീസ് ചെയ്ത് ഈ
ഇതിന് ഇലാസ്റ്റിക് പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റ് എന്നുള്ള പോയിന്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇലാസ്റ്റിക് ലിമിറ്റ് എത്തി. എഗെയിൻ നമ്മൾ ലോഡ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലോഡ് അവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യുന്നില്ല, നമ്മൾ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനുശേഷം മെറ്റീരിയലിന് ഡീഫോർമേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് തിരിച്ച് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒറിജിനൽ സ്റ്റേറ്റിലേക്ക് തിരിച്ചെത്താൻ പറ്റില്ല. നമ്മൾ ലോഡ് റിമൂവ് ചെയ്താലും അവിടെ കുറച്ച് പെർമനൻ്റ് ആയിട്ട് ഡീഫോർമേഷൻ ഉണ്ടാവും. സോ ഇപ്പോൾ ഇതാണ് മെറ്റീരിയൽ എങ്കിൽ ഞാൻ ഇതിനെ ലോഡ് ചെയ്തിട്ട് ഈ ഒരു പോയിന്റിന് അപ്പുറത്തേക്ക് ലോഡ് ചെയ്തു. ഈ പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റിന് അപ്പുറത്തേക്ക് ഒരു ലാർജ് ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ബോഡിക്ക് പെർമനൻ്റ് ആയിട്ട് ഒരു ഡീഫോർമേഷൻ ഉണ്ടാവും. അതിൻ്റെ ലെങ്ത് പെർമനൻ്റ് ആയിട്ട് ഇൻക്രീസ് ആവും. ഇനി നമ്മൾ ഈ ലോഡ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാലും ഇതിന് ഫുള്ളായിട്ട് തിരിച്ചു വരാൻ പറ്റില്ല. ഇതിനൊരു ഇൻ ബിറ്റ്വീൻ സ്റ്റേറ്റ് വരെ റീഗെയിൻ ചെയ്യാൻ പറ്റും. സോ ദർ വിൽ ബി പെർമനൻറ്റ് ഡീഫോർമേഷൻ. ആ ഒരു റീജിയൻ, അതായത് ഈ പോയിന്റ് തൊട്ടിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഈ കംപ്ലീറ്റ് റീജിയനെ വിളിക്കുന്ന പേരാണ് പ്ലാസ്റ്റിക് റീജിയൻ. ഓക്കെ, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ബിഹേവിയർ. മെറ്റീരിയലിന് പ്ലാസ്റ്റിക് ബിഹേവിയർ ആയിരിക്കും. ഈ റീജിയനിൽ ഇലാസ്റ്റിക് ബിഹേവിയറും ആ പോയിന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ മെറ്റീരിയലിന് പ്ലാസ്റ്റിക് ബിഹേവിയറും ആയിരിക്കും. ഓക്കെ, ഈ ഇലാസ്റ്റിക് റീജിയനിലുള്ള ബാക്കി പോയിന്റ്സ് പറയാം. അപ് ടു സിഗ്മ പി എൽ പ്രൊപ്പോർഷണാലിറ്റി, ഈ പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ സ്ട്രെസ്. ദ കർവ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ, ദാറ്റ് ഈസ് എനി ഇൻക്രീസ് ഇൻ സ്ട്രെസ് വിൽ കോസ് എ പ്രൊപ്പോർഷണൽ ഇൻക്രീസ് ഇൻ സ്ട്രെയിറ്റ് ലൈൻ. ഓക്കെ, ഇതാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. സ്ട്രെയിറ്റ് ലൈൻ, ഈ ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ? സ്ട്രെസ് എത്രയാണോ ഇൻക്രീസ് ആവുന്നത് സെയിം എമൗണ്ട് സ്ട്രെയിനും ചേഞ്ച് ആവും, സ്ട്രെയിനും ഡെവലപ്പ് ചെയ്യും. സ്ട്രെസ് ഈ ഇവിടെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു സ്ട്രെസ് ഉണ്ടാവും, കറസ്പോണ്ടിങ് സെയിം എമൗണ്ട് സ്ട്രെയിനും ഇൻക്രീസ് ആവും. ദാറ്റ് മീൻസ് അപ് ടു ദിസ് പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റ് സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ ആയിരിക്കും. Up to proportionality limit, the stress is directly proportional to strain because the graph is a straight line ആയതുകൊണ്ട് സ്ട്രെസ്സും സ്ട്രെയിനും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഈ ഒരു ഫാക്റ്റ് ഫസ്റ്റ് ഡിസ്കവർ ചെയ്തത് റോബർട്ട് ഹുക്ക് എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റ് ആണ്. സോ ഇറ്റ്സ് നോൺ ആസ് ഹുക്സ് ലോ. up to proportionality limit stress is directly proportional to strain, or നമുക്ക് ഈ പ്രൊപ്പോർഷണാലിറ്റി ഒഴിവാക്കുകയാണെങ്കിൽ stress is equal to some constant into E എന്ന് വരും. ദിസ് പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ്, ഈ കോൺസ്റ്റന്റിനെ വിളിക്കുന്ന പേരാണ്, ദാറ്റ് കോൺസ്റ്റന്റ് ഈസ് നോൺ ആസ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓർ യങ്സ് മോഡുലസ്. അതും തോമസ് യങ് എന്ന് പറഞ്ഞ ഒരു സയൻറ്റിസ്റ്റിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് അതിനെ യങ്സ് മോഡുലസ് എന്ന് വിളിക്കുന്നത്. സോ അപ് ടു ദിസ് സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് വരയ്ക്കുക. അപ് ടു പ്രൊപ്പോർഷണാലിറ്റി വരെ സ്ട്രെസ്സും സ്ട്രെയിനും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. സോ സ്ട്രെസ് ഈസ് പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ, ഓർ സ്ട്രെസ് ഈസ് ഈക്വൽ ടു സം കോൺസ്റ്റന്റ് ഇൻറ്റു strain. That constant is known as modulus of elasticity or Young's modulus. This point is very important. ഈ ടേം ഇമ്പോർട്ടൻ്റ് ആണ്. മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഇനി സ്ഥിരമായിട്ട് നമ്മൾ കേൾക്കാൻ പോകുന്ന ഒരു ടേമാണ്. ഓക്കെ, സോ ആക്ച്വലി മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഇ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ്. നോർമൽ ലീനിയർ സ്ട്രെസ് ബൈ ലീനിയർ സ്ട്രെയിൻ, അല്ലെങ്കിൽ നോർമൽ സ്ട്രെസ് ബൈ നോർമൽ സ്ട്രെയിൻ ആണ്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ആക്ച്വലി ദ സ്ലോപ്പ് ഓഫ് ദിസ് കർവ്. ഈ പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റ് വരെയുള്ള സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫിൻ്റെ സ്ലോപ്പാണ്. ഇത് സ്ട്രെസ്സും ഇത് സ്ട്രെയിനും ആണെങ്കിൽ ഈ റേഷ്യോ എന്ന് പറഞ്ഞാൽ സ്ലോപ്പാണ്. അതാണ് ഇവിടെ പറഞ്ഞുള്ളത്. ദ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി റെപ്രസെൻറ്റ്സ് ദ സ്ലോപ്പ് ഓഫ് ദ സ്ട്രെയിറ്റ് ലൈൻ പോർഷൻ ഓഫ് ദ കർവ് ആൻഡ് ഇറ്റ്സ് യൂണിറ്റ് ഈസ് പാസ്കൽ. യൂണിറ്റ് പാസ്കൽ വരാൻ കാരണം എന്താ? സ്ട്രെസ്സും സ്ട്രെയിനുമാണ് അല്ലേ? സ്ട്രെസ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ പാസ്കൽ ആണ്. സ്ട്രെയിൻ എന്നുള്ള ടേമിന് യൂണിറ്റ് ഒന്നുമില്ല, ഇറ്റ്സ് എ ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി. സോ യങ്സ് മോഡുലസിൻ്റെ യൂണിറ്റ് ഓഫ് യങ്സ് മോഡുലസും യൂണിറ്റ് ഓഫ് സ്ട്രെസ്സും സെയിം ആയിരിക്കും. കാരണം ഡിവൈഡഡ് ബൈ സ്ട്രെയിൻ ആണ്, സ്ട്രെയിനിന് യൂണിറ്റ് ഇല്ല. സോ യങ്സ് മോഡുലസിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ പാസ്കൽ അല്ലെങ്കിൽ കിലോ പാസ്കൽ, മെഗാ പാസ്കൽ ആയിരിക്കും, അല്ലെങ്കിൽ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്നുള്ള ടേം ആയിരിക്കും. ഓക്കെ, അതാണ് ഇലാസ്റ്റിക് റീജിയൻ എന്ന് പറഞ്ഞാൽ. ഇനി നെക്സ്റ്റ് റീജിയൻ, ഇലാസ്റ്റിക് റീജിയൻ കഴിഞ്ഞാലുള്ള നെക്സ്റ്റ് റീജിയൻ ആണ് ഈൽഡിങ് എന്ന് പറയാം. പേര് കേട്ടാൽ തന്നെ അറിയാം, ഈൽഡ് ചെയ്യാൻ തുടങ്ങും. ഇവിടെ ഗ്രാഫ് ഇങ്ങനെയാണ് പോരുന്നത്, സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഓക്കെ, ഇത് കുറച്ച് എൻലാർജ്ഡ് വ്യൂ ആണ്. ശരിക്കും ഗ്രാഫിൽ ഇത്രയും ലെങ്ത് ഒന്നും ഉണ്ടാവില്ല. ആക്ച്വലി മൈൽഡ് സ്റ്റീൽ ഇങ്ങനെയായിരിക്കും ഗ്രാഫ് വരിക. ഈ ഈൽഡിങ് റീജിയൻ കുറച്ച് എൻലാർജ് ചെയ്ത് കാണിച്ചാണ് ഇവിടെ അതാണ് നോട്ട് ദ സ്കെയിൽ എന്ന് പറഞ്ഞത്. ഇവിടെ നോട്ട് ടു സ്കെയിൽ എന്ന് പറയാൻ കാരണം അതാണ്, കുറച്ച് എൻലാർജ് ചെയ്ത് കാണിച്ചുകൊണ്ടാണ്. സോ ഈ പോർഷനിൽ എന്താണ് സംഭവിക്കുക എന്ന് വെച്ചാൽ, ഇവിടെ നമ്മൾ ലോഡ് ഇൻക്രീസ് ചെയ്യുന്നില്ല. ഈ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ
നത്തിങ് ബട്ട് ലോഡ് ബൈ ഏരിയ ആണ്, ഒറിജിനൽ ഏരിയ ആണ്. അപ്പം ഈ സ്ട്രെസ്സിന് ചേഞ്ച് ഒന്നുമില്ല, ഒറിസോണ്ടലാണ്. ലോഡ് കൊടുക്കാതെ തന്നെ ഈ ഒരു റീജിയൻ എത്തിക്കഴിഞ്ഞാൽ ലോഡ് കൊടുക്കാതെ തന്നെ മെറ്റീരിയൽ ഓട്ടോമാറ്റിക്കലി ലെങ്ത് ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും, അല്ലെങ്കിൽ ഡീഫോം ചെയ്യാൻ തുടങ്ങും, അല്ലെങ്കിൽ അതിൽ സ്ട്രെയിൻ ഡെവലപ്പ് ചെയ്യും. നമുക്ക് ഒരു UTM-ൽ ലോഡ് കൊടുത്ത് ഈ ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ ഈ മെറ്റീരിയൽ തന്നാലെ തന്നെ ഓട്ടോമാറ്റിക്കലി സ്വന്തമായിട്ട് തന്നെ ഇലോങ്ങേറ്റ് ചെയ്യാൻ തുടങ്ങും. ആ ഒരു റീജിയനെയാണ് yielding എന്ന് പറയുന്നത്. സോ ദ മെറ്റീരിയൽ ഡീഫോംസ് പെർമനൻ്റ്ലി. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ റീജിയനിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ലോഡ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ മെറ്റീരിയലിന് തിരിച്ചെത്താൻ പറ്റില്ല. അവിടെ ഒരു പെർമനൻറ്റ് ചേഞ്ച് ഇൻ ലെങ്ത് ഉണ്ടാവും, അല്ലെങ്കിൽ പെർമനൻറ്റ് ചേഞ്ച് ഇൻ ഡയമെൻഷൻ ഉണ്ടാവും. ആ ഒരു റീജിയനെയാണ് yielding എന്ന് പറയാം. അല്ലെങ്കിൽ ഇത് പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ എന്ന് പറയും. ഈ പെർമനൻറ്റ് ഡിഫോർമേഷനെയാണ് പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ എന്ന് പറയുന്നത്. ദ സ്ട്രെസ് ദാറ്റ് കോസസ് yielding ഈസ് കോൾഡ് yield സ്ട്രെസ്. ഈ yielding ഇതിന് കാരണമായിട്ടുള്ള നമ്മൾ സ്ട്രെസ് മാർക്ക് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് yielding സ്ട്രെസ് എന്ന് പറയുക, അല്ലെങ്കിൽ സിഗ്മ വൈ എന്ന് പറയാം. ആൻഡ് ദ ഡിഫോർമേഷൻ ദാറ്റ് ഒക്കേഴ്സ് ഈസ് കോൾഡ് പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ. ഈ പെർമനൻറ്റ് ഡിഫോർമേഷൻ, ഇലാസ്റ്റിക് പോയിന്റ് കഴിഞ്ഞിട്ട് ബോഡിക്ക് ഉണ്ടാകുന്ന പെർമനൻറ്റ് ഡിഫോർമേഷനെയാണ് പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ എന്ന് പറയുന്നത്. Then for low carbon steels and those that are hot rolled, the yield point is often distinguished by two values. The upper yield point occurs first, followed by a sudden decrease in load carrying, followed by a lower yield point. ഇവിടെ കുറച്ച് മിസ്സായുണ്ട്. സോ ജനറലി ഇവിടെ ഞാൻ ഈ ഗ്രാഫ് വരച്ചപ്പം ഒരു അപ്പർ പോയിന്റും ലോവർ പോയിന്റും കാണിച്ചു. അതായത് ലോ കാർബൺ കണ്ടന്റ് ഉള്ള സ്റ്റീലിന് ഇവിടെ ശരിക്കും ഇങ്ങനെ ഒരു ഫ്ലക്ച്വേഷൻ ആണ് ഉണ്ടാവുക. 2 പോയിന്റ് ആയിട്ടാണ് ഈൽഡ് പോയിന്റ് വരിക. ഒന്ന് അപ്പർ ഈൽഡ് പോയിന്റും ദെൻ കുറച്ചൊരു ഡിപ്പ് ഉണ്ടാവും. ഇവിടെ ഒരു ലോവർ ഈൽഡ് പോയിന്റ് എന്ന് പറഞ്ഞിട്ട് ലോവർ ഈൽഡ് പോയിന്റ്. അങ്ങനെ 2 പോയിന്റ് ആയിട്ടാണ് ഈൽഡ് എന്നുള്ള പോയിന്റ്, സിഗ്മ വൈ എന്നുള്ള പോയിന്റ് ജനറലി ഉണ്ടാവുക. ഈ ഗ്രാഫിൽ അത് കാണിച്ചിട്ടില്ല. ഈ ഗ്രാഫിൽ അപ്പർ ഈൽഡ് പോയിന്റും ലോവർ ഈൽഡ് പോയിന്റും കാണിച്ചിട്ടില്ല. രണ്ടിനും കൂടി ഒരു സിംഗിൾ പോയിന്റ് ആയിട്ടാണ് മാർക്ക് ചെയ്തത്. ബട്ട് ഇൻ ദ കേസ് ഓഫ് ലോ കാർബൺ സ്റ്റീൽ ഓർ ദോസ് ആർ ഹോട്ട് റോൾഡ് സ്റ്റീലിൽ 2 ഡിസ്റ്റിങ്ക്റ്റ് പോയിന്റ് ആയിട്ട് ഉണ്ടാവും ഈൽഡിങ്, അപ്പർ ഈൽഡ് പോയിന്റും ലോവർ ഈൽഡ് പോയിന്റും. അതും ഒന്ന് മൈൻഡിൽ വെക്കുക. ദെൻ വൺസ് ഈൽഡ് പോയിന്റ് ഈസ് റീച്ച്ഡ്, സ്പെസിമെൻ കണ്ടിന്യൂസ് ടു ഇലോങ്ങേറ്റ്, അതായത് സ്ട്രെയിൻ, ചേഞ്ച് ഇൻ ഡയമെൻഷൻ ഉണ്ടാവും വിത്തൗട്ട് എനി ഇൻക്രീസ് ഇൻ ലോഡ്. അതുകൊണ്ടാണ് ഈ ഗ്രാഫ് ഇവിടെ നിന്ന് ഇങ്ങനെ പോയി പിന്നെ സ്ട്രെയിറ്റ് ആയിട്ടാണ് പോകുന്നത്. ഇവിടെ നമ്മൾ ലോഡ് ഇൻക്രീസ് ചെയ്യുന്നില്ല. ഈ ലോഡ് വൈ ആക്സിസിന് ചേഞ്ച് ഒന്നുമില്ല, ബട്ട് എക്സ് ആക്സിസ് ഡിഫോർമേഷൻ ഓട്ടോമാറ്റിക്കലി നടക്കുന്നുണ്ട്. അതാണ് ഈൽഡിങ്ങിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി. Then material is referred to as being perfectly plastic. ഓൾറെഡി പറഞ്ഞു, ഈ സ്ഥലത്തുള്ള മെറ്റീരിയലിനെയാണ് പെർഫെക്റ്റ്ലി പ്ലാസ്റ്റിക്. ഇങ്ങനെ നടക്കുന്ന ഈ ഡിഫോർമേഷനാണ് പെർഫെക്റ്റ്ലി പ്ലാസ്റ്റിക്. ഇങ്ങനെ കറക്റ്റ് എക്സാക്ട് സ്ട്രെയിറ്റ് ആയിട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് പെർഫെക്റ്റ്ലി പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ എന്ന് പറയാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈൽഡിങ്ങിൻ്റെ പോയിന്റ്. ഇലാസ്റ്റിക് ലിമിറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ബോഡി ഓട്ടോമാറ്റിക്കലി പെർമനൻ്റ് ആയിട്ട് ഡിഫോർമേഷൻ സംഭവിക്കും. ബോഡിക്ക് ഓട്ടോമാറ്റിക്കലി പെർമനൻ്റ് ആയിട്ട് ഡിഫോർമേഷൻ സംഭവിക്കും. ലോഡ് നമുക്ക് സ്ലൈറ്റ്ലി അല്ലെങ്കിൽ നെഗ്ലിജിബിൾ ആയിട്ട് ഇൻക്രീസ് ചെയ്താൽ തന്നെ ഓട്ടോമാറ്റിക്കലി അതിന് ഡിഫോർമേഷൻ ഉണ്ടാവും. ഇങ്ങനെ പെർമനൻറ്റ് ഡിഫോർമേഷൻ നടക്കുന്ന ആ റീജിയനെയാണ് ഈൽഡിങ് സോൺ എന്ന് പറയാം. ഓക്കെ, ഇത് ലോ കാർബൺ സ്റ്റീലിലോ അല്ലെങ്കിൽ ഹോട്ട് റോൾഡ് സ്റ്റീലിലൊക്കെ ഈൽഡിങ് പോയിന്റ് 2 പോയിന്റ് ഉണ്ടാവും. അപ്പർ ഈൽഡ് പോയിന്റും ലോവർ ഈൽഡ് പോയിന്റും 2 പോയിന്റ് ആയിട്ടാണ് മാർക്ക് ചെയ്യുക. പക്ഷേ ഈ ഗ്രാഫിൽ സിംഗിൾ പോയിന്റ് ആയിട്ടാണ് കാണിച്ചിട്ടുള്ളത്. ദെൻ ദ തേർഡ് zone is known as strain hardening zone. So when yielding has ended, yielding എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ഡിഫോം ചെയ്യുന്ന, ഓട്ടോമാറ്റിക്കലി മെറ്റീരിയലിൻ്റെ ലെങ്ത് ഡയമെൻഷൻ ഇൻക്രീസ് ആവുന്ന ആ പ്രോസസ്സ് എൻഡ് ചെയ്ത് കഴിയുമ്പോൾ എനി ലോഡ് കോസിങ് ആൻഡ് ഇൻക്രീസിങ് ഇൻ സ്ട്രെസ് വിൽ ബി സപ്പോർട്ടഡ് ബൈ ദ സ്പെസിമെൻ. അപ്പോൾ ഈ പോയിന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ബോഡിക്ക് ഇൻബിൽട്ട് ആയിട്ട് കുറച്ച് സ്ട്രെങ്ത് അത് അക്വയർ ചെയ്യും. അതിൻ്റെ മെറ്റീരിയൽ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഇനീഷ്യലി ഇപ്പം ഒരു മെറ്റീരിയൽ ഉണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ മൈക്രോസ്കോപ്പിക് ലെവൽ നോക്കുകയാണെങ്കിൽ ഈ ഈൽഡിങ് സോണിൽ ഇതിലെ മോളിക്യൂൾസ് ഒക്കെ ഇങ്ങനെ റാൻഡം ആയിട്ടായിരിക്കും അതിലെ മെറ്റീരിയൽസ് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഈ ഒരു പോയിന്റിൽ എത്തുമ്പം പിന്നെ ഈ ഒരു ഈൽഡിങ് സോണിൻ്റെ ലാസ്റ്റിലേക്ക് എത്തുമ്പോഴേക്കും ഈ മെറ്റീരിയൽ ഒരു ഓട്ടോമാറ്റിക്കലി യൂണിഫോം ആയിട്ട് അറേഞ്ച് ആകും.
ഒരു സ്ട്രക്ചേർഡ് മാനറിൽ അറേഞ്ച് ആവും. ഇങ്ങനെ സ്ട്രക്ചേർഡ് മാനറിൽ അറേഞ്ച് ആവുമ്പം അതിന് കുറച്ച് റെസിസ്റ്റൻസ് കൂടും, ലോഡിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടും. ഈ ലോഡ് കൊടുത്താലും അതിനെ കുറച്ച് ചെറുത്ത് നിൽക്കാനുള്ള കപ്പാസിറ്റി ഇൻക്രീസ് ആവും. ഈ കേസിൽ ഇത് ഈൽഡിങ്ങിൻ്റെ കേസാണ്. ഇവിടെ തീരെ കപ്പാസിറ്റി ഇല്ല, ഓട്ടോമാറ്റിക്കലി ലെങ്ത് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരു പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലുള്ള ലെയേഴ്സ് ഒരു സ്ട്രക്ചേർഡ് മാനറിൽ അറേഞ്ച് ആവും. അങ്ങനെ അറേഞ്ച് ആവുമ്പം ഈ മെറ്റീരിയലിന് നമ്മൾ കൊടുക്കുന്ന ലോഡിനെ, ഈ ഇവിടെ വൈ ആക്സിസ് കൊടുക്കുന്ന ലോഡിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഒപ്പോസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി കിട്ടും. ആ കപ്പാസിറ്റി ഉള്ളത് കൊണ്ടാണ് ഇവിടെ നമുക്ക് ഈ ലോഡ് ഇൻക്രീസ് ആവും. വൈ ആക്സിസ് ലോഡ് കൂടിക്കൂടി വരുന്നുണ്ട്. ലോഡ് ഇൻക്രീസ് ആവുന്നതിനനുസരിച്ച് അതിന് അത്രയും സ്ട്രെയിനും വരുന്നത്, കറസ്പോണ്ടിങ് ആയിട്ട് കുറച്ച് സ്ട്രെയിനേ വരുന്നുള്ളൂ. ഇവിടെ നമ്മൾ ലോഡ് കൊടുക്കാതെ തന്നെ, ലോഡ് ചേഞ്ച് ആവാതെ തന്നെ സ്ട്രെയിൻ വന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് സ്ട്രെയിൻ സംഭവിക്കുന്നത് ലോഡ് ഇൻക്രീസ് ചെയ്താൽ മാത്രമേ സ്ട്രെയിൻ സംഭവിക്കുള്ളൂ. കുറച്ച് ബോഡിക്ക് റെസിസ്റ്റൻസ് വന്നു. അതാണ് ഇവിടെ പറഞ്ഞുള്ളത്. വെൻ yielding has ended, any load causing an increase in stress will be supported by the specimen. അപ്പം ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് സ്പെസിമെൻ അതിനെ ഒപ്പോസ് ചെയ്ത് അതിനെ സപ്പോർട്ട് ചെയ്യും. ഓക്കെ, എങ്കിൽ മാത്രമേ സ്ട്രെയിൻ ഉണ്ടാവുള്ളൂ. ലോഡ് കൊടുത്താൽ മാത്രമേ സ്ട്രെയിൻ ഉണ്ടാവുള്ളൂ, ഓട്ടോമാറ്റിക്കലി സ്ട്രെയിൻ ഉണ്ടാവില്ല. ഇവിടെ ലോഡ് ഇല്ലാതെ തന്നെ സ്ട്രെയിൻ ഉണ്ടായിരുന്നു. So the curve will rise continuously but becomes flatter until it reaches a maximum stress referred to as the ultimate stress. സോ ലോഡിനെ റെസിസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ലോഡ് കൊടുക്കും, ലോഡ് കൊടുക്കുമ്പോൾ അതിൻ്റെ വൈ ആക്സിസ് ഇൻക്രീസ് ആവും. ഇങ്ങനെ കർവിൻ്റെ സ്ലോപ്പ് മേലോട്ട് പോകും. അതേമാതിരി ഇവിടെ സ്ട്രെയിനും ഉണ്ടാവും. ദെൻ അത് സംഭവിക്കുന്നത് ഈ ഒരു മാക്സിമം പോയിന്റ് വരെയാണ്. മാക്സിമം ആ ഒബ്ജക്റ്റിന് നമ്മളിവിടെ ലോഡ് ഇൻക്രീസ് ചെയ്ത് ഈ ഒബ്ജക്റ്റിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ലോഡിന് മാക്സിമം എത്തും. നമുക്ക് ഒരു സാധനത്തിൽ ലോഡ് ഇൻക്രീസ് ചെയ്ത് അതിന് മാക്സിമം കപ്പാസിറ്റിയിലെത്തും. ആ മാക്സിമം കപ്പാസിറ്റീനെയാണ് അൾട്ടിമേറ്റ്, ആ കറസ്പോണ്ടിങ് സ്ട്രെസ്സിനെയാണ്, ഈ മാക്സിമം പോയിന്റിൽ വരുന്ന സ്ട്രെസ്സിനെയാണ് അൾട്ടിമേറ്റ് സ്ട്രെസ് അല്ലെങ്കിൽ സിഗ്മ യു എന്ന് വിളിക്കുന്നത്. ദ സ്ട്രെസ് കറസ്പോണ്ടിങ് ടു ദിസ് മാക്സിമം പോയിന്റ് ദാറ്റ് ഈസ് നോൺ ആസ് അൾട്ടിമേറ്റ് സ്ട്രെസ് ഓർ സിഗ്മ യു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ലോഡ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലോഡ് ഇൻക്രീസ് ചെയ്ത് കുറേ ലോഡിനെ ഈ ഒബ്ജക്റ്റ് റെസിസ്റ്റ് ചെയ്യും, അതിനെ ഒപ്പോസ് ചെയ്യും. പിന്നെയും നമ്മൾ ലോഡ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മാക്സിമം കപ്പാസിറ്റിയിലെത്തും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് റെസിസ്റ്റൻസ് ഉണ്ടാവില്ല. സോ ഈ മാക്സിമം റീജിയനിൽ വരുന്ന സ്ട്രെസ്സിനെയാണ് അൾട്ടിമേറ്റ് സ്ട്രെസ് എന്ന് പറയാം. ദ റൈസ് ഇൻ ദ കർവ് ഇൻ ദിസ് മാനർ ഈസ് കോൾഡ് സ്ട്രെയിൻ ഹാർഡനിങ്. ആൻഡ് ദിസ് റീജിയൻ ഇങ്ങനെ ഈ yielding കഴിഞ്ഞതിന് ശേഷം ഓട്ടോമാറ്റിക്കലി ഈ മെറ്റീരിയൽ ലോഡിനെ ഒപ്പോസ് ചെയ്യാനുള്ള ടെൻഡൻസി കാണിച്ചു കൊടുക്കുന്ന തൊട്ടിട്ട് ഈ പോയിന്റ് തൊട്ടിട്ട് ഈ അൾട്ടിമേറ്റ് പോയിന്റ് വരെയുള്ള അതിൻ്റെ മാക്സിമം കപ്പാസിറ്റി എത്തുന്ന വരെയുള്ള ഈ റീജിയനെ വിളിക്കുന്ന പേരാണ് സ്ട്രെയിൻ ഹാർഡനിങ് സോൺ. ഓക്കെ, നൗ ദ ലാസ്റ്റ് നെക്കിങ്. അപ്പോൾ നെക്കിങ് നിങ്ങൾക്ക് പേര് കേട്ടാൽ തന്നെ അറിയാം. മാക്സിമം പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് സംഭവിക്കും? ഈ പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഈ നമ്മളെ കൊടുക്കുന്ന സ്പെസിമെന് ഈ ലോഡിനെ, ഇതാണ് സ്പെസിമെൻ എങ്കിൽ ലോഡിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള സ്ട്രെങ്ത് ഉണ്ടാവില്ല. സോ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും? ഈ മെറ്റീരിയലിൽ ഏതെങ്കിലും ഒരു വീക്ക് ഏരിയ ഉണ്ടാകും. ഈ മെറ്റീരിയൽ വീക്ക് ഏരിയ ഉണ്ടാകുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും? ഇതിൻ്റെ വീക്ക് സോണിൽ ഇതിൻ്റെ ഏരിയ കുറഞ്ഞ് വരും. ഏരിയ കുറഞ്ഞ് ഫൈനലി ഒരു പോയിന്റിൽ അത് ബ്രേക്ക് ആവും. ഇങ്ങനെ ഈ ഏരിയ കുറയുന്ന ആ റീജിയനെ വിളിക്കുന്ന പേരാണ് നെക്കിങ്, അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് നെക്കിങ്. സോ ആഫ്റ്റർ റീച്ചിങ് ദ അൾട്ടിമേറ്റ് സ്ട്രെസ് ദ ക്രോസ് സെക്ഷണൽ ഏരിയ വിൽ ദെൻ ബിഗിൻ ടു ഡിക്രീസ് ഇൻ എ ലോക്കലൈസ്ഡ് റീജിയൻ ഓഫ് ദ സ്പെസിമെൻ. ഏതെങ്കിലും അതിൻ്റെ ഈ സ്പെസിമെൻ്റെ എവിടെയാണോ വീക്ക് സോൺ വരുന്നത് അവിടെ ലോക്കലൈസ്ഡ് ആയിട്ട് ഏരിയ റെഡ്യൂസ് ചെയ്യും. ഇനീഷ്യൽ ഏരിയയിൽ നിന്ന് ഡ്രാസ്റ്റിക് ആയിട്ട് ഏരിയ കുറയും. ആ പ്രോസസ് ആസ് എ റിസൾട്ട് ദ കൺസ്ട്രക്ഷൻ ഓർ നെക്ക് ടെൻസ് ടു ഫോം ഇൻ ദിസ് റീജിയൻ ആസ് സ്പെസിമെൻ ഇലോങ്ങേറ്റ്സ് ഫർദർ. ഇപ്പോൾ ലെങ്ത്ത് കൂടുന്നതിന് ഇവിടെ ലെങ്ത്ത് കൂടും, അറ്റ് ദ സെയിം ടൈം ഈ ഏരിയയിൽ അതിൻ്റെ ഡയമീറ്റർ അല്ലെങ്കിൽ ഏരിയ കുറയും. അതിനെയാണ് നെക്കിംഗ് എന്ന് വിളിക്കുന്നത്. ഫൈനലി ഈ ഒരു പോയിന്റിൽ ഇത് മെറ്റീരിയൽ ബ്രേക്ക് ആവും. ആ ബ്രേക്ക് ആവുന്ന സ്ട്രെസ്സിന്, ഏത് ലോഡിൽ വെച്ചിട്ടാണ് ഇത് ബ്രേക്ക് ആവുന്നത് അതിനെയാണ് ഫ്രാക്ചർ സ്ട്രെസ് എന്ന് പറയാം. ഈ പോയിന്റ് ഇവിടെ ഇത് നെക്കിങ് സ്റ്റാർട്ട് ചെയ്തു, കർവ് ഇങ്ങനെ പോയി ഇവിടെ എത്തുമ്പോൾ മെറ്റീരിയൽ ബ്രേക്ക് ആയി. കറസ്പോണ്ടിങ് സ്ട്രെസ് ഈസ് നോൺ ആസ് ഫ്രാക്ചർ സ്ട്രെസ്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ഒരു ടിപ്പിക്കൽ എൻജിനീയറിംഗ് സ്ട്രെസ് സ്ട്രെയിൻ കർവിൻ്റെ ഷേപ്പ് ഉണ്ടാവുക. ഇങ്ങനെ വന്നു, ഇങ്ങനെ
പോയി. സോ 4 സോണാണുള്ളത്. ഇലാസ്റ്റിക് റീജിയൻ, yielding സോൺ, സ്ട്രെയിൻ ഹാർഡനിങ് സോൺ, ഫൈനലി നെക്കിംഗ് സോൺ. ഇപ്പം നെക്കിങ്ങിൻ്റെ ഒരു ഫിഗർ കാണിക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് വരും. നമ്മൾ ലോഡ് ഇപ്പോൾ ടെൻഷൻ UTM വെച്ചിട്ട് ഇവിടെയും ലോഡ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അതിൻ്റെ വീക്ക് സോണിൽ അതിൻ്റെ ഏരിയ ഇങ്ങനെ കുറഞ്ഞ് വരും. ഫൈനലി കുറഞ്ഞ് ഇങ്ങനെ ഒരു ഷേപ്പിൽ അത് ബ്രേക്ക് ആവും. ഒരു കപ്പ് ആൻഡ് കോൺ എന്ന് പറയും. കപ്പ് ആൻഡ് കോൺ ഡക്റ്റൈൽ മെറ്റീരിയൽ ആണെങ്കിൽ ഒരു കപ്പ് ആൻഡ് കോൺ ഷേപ്പിൽ ഇത് ബ്രേക്ക് ആവും. സോ ഇതിനെയാണ് നെക്കിംഗ് എന്ന് വിളിക്കുക. ഇതാണ് കൺവെൻഷണൽ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം. നിങ്ങൾ ഇതിന് കൂടുതൽ ഡീറ്റെയിൽസ് ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് ബുക്ക് വായിക്കുക. ഞാൻ ജസ്റ്റ് ഓടിച്ച് സ്ലൈഡിൽ പറഞ്ഞതുകൊണ്ട് ഓടിച്ച് പോയതാണ്. കൂടുതൽ തിയറി പാർട്ട് നിങ്ങളൊരു ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്യാം. നൗ ദ ട്രൂ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം. ഇത് ഓൾറെഡി ഞാൻ പറഞ്ഞു. ഇൻസ്റ്റെഡ് ഓഫ് ഒറിജിനൽ ഏരിയയും ഒറിജിനൽ ലെങ്ത് എടുക്കുന്നതിന് പകരം ആ ഓരോ ഇൻസ്റ്റൻറ്റിലെയും ഏരിയ മെഷർ ചെയ്തിട്ട് അത് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ, അത് വെച്ചിട്ട് സ്ട്രെസ് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ട്രൂ സ്ട്രെസ് എന്ന് പറയുക. അത് വെച്ച് ഒറിജിനൽ ലെങ്ത് വെച്ചിട്ട് ലെങ്ത്തിന് പകരം ഇൻസ്റ്റൻറ്റേനിയസ് ലെങ്ത് വെച്ചിട്ടാണ് സ്ട്രെയിൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് ട്രൂ സ്ട്രെയിൻ എന്ന് പറയാം. So instead of using original cross sectional area and length, we can use the actual cross sectional area and the length at the instant of the load is measured. The values of stress and strain thus calculated is called true stress and true strain. And if we plot these values, it's known as true stress strain diagram. അതിനെയാണ് ട്രൂ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം എന്ന് പറയുക. അതിൻ്റെ ഷേപ്പ് ഇങ്ങനെയായിരിക്കും. ഈ ഷേപ്പിലായിരിക്കും ട്രൂ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം ഉണ്ടാവുക. ഇതിങ്ങനെ മേലോട്ട് പോകാൻ കാരണം നമ്മൾ സ്ട്രെസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, സിഗ്മ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ലോഡ് ബൈ ഏരിയ ആണ്. സോ ഈ ഒരു പോയിന്റ് തൊട്ടിട്ട് ഏരിയ ഡ്രാസ്റ്റിക് ആയിട്ട് കുറഞ്ഞു കൊടുക്കും. ഏരിയ നെക്കിംഗ് സോണിലൊക്കെ എത്തുമ്പോൾ ഏരിയ ഡ്രാസ്റ്റിക് ആയിട്ട് കുറയും. ഏരിയ കുറയുമ്പം സ്ട്രെസ് ഇൻക്രീസ് ആവും. അതുകൊണ്ടാണ് ഈ ഗ്രാഫ് ഇങ്ങനെ മേലോട്ട് പോകാനുള്ള കാരണം, ഈ ഒരു സ്ലോപ്പ് ഇങ്ങനെ വരാൻ കാരണം. ബിക്കോസ് ദ ഏരിയ ഈസ് ഡിക്രീസിങ് ഡ്രാസ്റ്റിക്കലി. ഒറിജിനൽ ഏരിയ ആയിട്ട് കമ്പയർ ചെയ്യുമ്പം നെക്കിംഗ് സോണിലൊക്കെ ഏരിയ വളരെ കുറവായിരിക്കും. അതുകൊണ്ടാണ് ഗ്രാഫിൻ്റെ ഷേപ്പ് ഇങ്ങനെ പോകുന്നത്. ബട്ട് ജനറലി നമ്മൾ എഞ്ചിനീയറിംഗ് ഡിസൈനോ അങ്ങനെ ഒബ്ജക്റ്റിനെയൊക്കെ ഡിസൈൻ ചെയ്യുമ്പം നമ്മൾ ട്രൂ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫാണ് യൂസ് ചെയ്യുക. ഈ നമ്മൾ ഇനീഷ്യലി ഡിസ്കസ് ചെയ്ത ഗ്രാഫാണ് ജനറലി യൂസ് ചെയ്യുക. ആക്ച്വലി ഇതാണ് കറക്റ്റ് ഗ്രാഫ് എങ്കിലും, റിയൽ വാല്യൂസ് യൂസ് ചെയ്യുന്ന ഗ്രാഫ് ഇതാണെങ്കിലും നമ്മൾ ഡിസൈൻ പർപ്പസിനൊക്കെ ഈ ഒരു ഗ്രാഫാണ് യൂസ് ചെയ്യുക. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ 2 റീസണാണുള്ളത്. ഒന്ന്, ട്രൂ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം യൂസ് ചെയ്യാനുള്ള ഒരു റീസൺ ഈ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂസ്, ഇൻസ്റ്റൻറ്റേനിയസ് സ്ട്രെസ്സും അല്ലെങ്കിൽ ട്രൂ സ്ട്രെസ്സും ട്രൂ സ്ട്രെയിനും ഇത് കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറച്ച് ഡിഫിക്കൽട്ടാണ്. ഓരോ പോയിന്റിലെയും ഏരിയയും ഓരോ പോയിന്റിലും ഉണ്ടാകുന്ന ലെങ്ത്തും നമുക്ക് എക്സാക്റ്റ് ആയിട്ട് മെഷർ ചെയ്യുക എന്നുള്ള പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ട് ജോബാണ്, tedious ടാസ്ക്കാണ്. അതുകൊണ്ട് ഈ ട്രൂ സ്ട്രെസ് ട്രൂ സ്ട്രെയിൻ കാൽക്കുലേഷൻ കുറച്ച് ഡിഫിക്കൽട്ട് ആയതുകൊണ്ടാണ് നമ്മൾ ഡിസൈൻ പർപ്പസിനൊക്കെ എഞ്ചിനീയറിംഗ് സ്ട്രെസ്സും എഞ്ചിനീയറിംഗ് സ്ട്രെയിനുമാണ് മെറ്റീരിയലൊക്കെ ഡിസൈൻ ചെയ്യാൻ വേണ്ടി ജനറലി യൂസ് ചെയ്യാം. അതാണ് ഒരു റീസൺ. ദെൻ രണ്ടാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ ഡിസൈനിൽ മെയിനായിട്ട് നമ്മൾ ഈ ഒരു റീജിയനിലുള്ള, അതായത് ഒരു പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റ് വരെയുള്ള വെച്ചിട്ടേ നമ്മൾ ഡിസൈൻ ചെയ്യുള്ളൂ. ഇതിനപ്പുറത്തേക്കുള്ള വാല്യൂസ് വെച്ചിട്ട് നമ്മൾ ഒബ്ജക്റ്റിനെ ഡിസൈൻ ചെയ്യാറില്ല. മെയിൻലി എഞ്ചിനീയറിംഗ് ഡിസൈൻ നമ്മൾ യൂസ് ചെയ്യുന്ന മെയിൻ ഇതൊക്കെ ഈ ഒരു റീജിയനിൽ വരുന്നതായിരിക്കും. സോ ഈ ഒരു റീജിയനിൽ ട്രൂ സ്ട്രെസ് ഗ്രാഫും ഈ ഗ്രാഫും ഓൾമോസ്റ്റ് സിമിലർ ആണ്. രണ്ടും തമ്മിൽ ഡീവിയേഷൻ ഒന്നുമില്ല. അതായത് ചെറിയ സ്ട്രെയിൻ, ഈ സ്ട്രെയിനിൻ്റെ വാല്യൂ കൂടുന്നതിനനുസരിച്ച്, ഇങ്ങനെ സ്ട്രെയിനിൻ്റെ വാല്യൂ കൂടുന്നതിനനുസരിച്ചാണ് 2 ഗ്രാഫും തമ്മിൽ ഡിഫറൻസ് വരുന്നത്. സോ ബട്ട് ജനറലി നമ്മൾ എഞ്ചിനീയറിംഗ് ഡിസൈനിൽ ലോ സ്ട്രെയിൻ വാല്യൂസ് അല്ലെങ്കിൽ വിത്തിൻ ദ ഇലാസ്റ്റിക് ലിമിറ്റ് അല്ലെങ്കിൽ പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റിലാണ് ഡിസൈൻ ചെയ്യാറ്. അതുകൊണ്ട് ഏത് ഗ്രാഫ് യൂസ് ചെയ്താലും വലിയ ഡിഫറൻസ് ഒന്നും വരില്ല. ഈ 2 റീസൺ കൊണ്ടാണ് നമ്മൾ മെയിനായിട്ട് എഞ്ചിനീയറിംഗ് സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം അല്ലെങ്കിൽ ആ വാല്യൂസ് യൂസ് ചെയ്തിട്ട് ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ, സോ ഇത്രയാണ് സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം. അതിൻ്റെ ഡിഫറെൻറ്റ് പോയിന്റ്സ്. പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റിൽ ഒരു സ്ട്രെസ് അറ്റ് പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റ് ഇസ് നോൺ ആസ് പ്രൊപ്പോർഷണൽ സിഗ്മ PL ഉണ്ടാവും, ദെൻ സിഗ്മ ഈൽഡ് ഉണ്ടാവും, ദെൻ അൾട്ടിമേറ്റ് സ്ട്രെസ് ഉണ്ടാവും, ദെൻ ഫ്രാക്ചർ സ്ട്രെസ് ഉണ്ടാവും. ഈ 4 പോയിന്റ് ഓർമ്മിക്കാം. നൗ ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഡക്റ്റൈൽ മെറ്റീരിയൽ ആണ്. അതേപോലെ നമുക്ക് ബ്രിട്ടിൽ മെറ്റീരിയൽസും ഉണ്ട്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം.
Materials can be classified as either being ductile or brittle depending on their stress strain characteristics. ഈ stress strain ഡയഗ്രത്തിൻ്റെ ഷേപ്പിനനുസരിച്ച് നമുക്ക് രണ്ട് കാറ്റഗറി ആക്കാം. ഫസ്റ്റ് വൺ ഡക്റ്റൈൽ മെറ്റീരിയൽ. എനി മെറ്റീരിയൽ ദാറ്റ് ക്യാൻ ബി സബ്ജക്റ്റഡ് ടു ലാർജ് സ്ട്രെയിൻസ് ബിഫോർ ഇറ്റ് ഫ്രാക്ചേഴ്സ് ഈസ് നോൺ ആസ് ഡക്റ്റൈൽ മെറ്റീരിയൽ. അതായത് ഈ ഒരു ഗ്രാഫ് പോലെ, ഈ ഒരു ഗ്രാഫിലുള്ളത് പോലെ ഇത് ഫൈനലി ബ്രേക്ക് ചെയ്യുന്നതിന് മുമ്പ് ഇത്രയും അതിന് സ്ട്രെയിൻ വന്നു, അല്ലെങ്കിൽ ഡീഫോർമേഷൻ ഉണ്ടായി, ചേഞ്ച് ഉണ്ടായി. ഇങ്ങനത്തെ മെറ്റീരിയലിന് ബ്രേക്കിങ്ങിന് മുമ്പ് ലാർജ് ഡീഫോർമേഷൻ അല്ലെങ്കിൽ ലാർജ് ഈൽഡിങ് നടക്കുന്ന ആ ഒരു മെറ്റീരിയലിനെ വിളിക്കുന്ന പേരാണ് ഡക്റ്റൈൽ മെറ്റീരിയൽ. ഫോർ എക്സാമ്പിൾ മൈൽഡ് സ്റ്റീൽ. ഒരു ടിപ്പിക്കൽ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ മൈൽഡ് സ്റ്റീലാണ്. എനി മെറ്റീരിയൽ ദാറ്റ് ക്യാൻ ബി സബ്ജക്റ്റഡ് ടു ലാർജ് സ്ട്രെയിൻസ് ബിഫോർ ഇറ്റ് ഫ്രാക്ചേഴ്സ് ഈസ് നോൺ ആസ് ഡക്റ്റൈൽ മെറ്റീരിയൽ. One way to specify the ductility of a material is to report its percentage elongation or percent reduction in area at the time of fracture. ഇപ്പോൾ ഡക്റ്റൈൽ മെറ്റീരിയലിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എത്ര ഡക്റ്റൈൽ ആണ്, അതിനൊരു കാൽക്കുലേഷൻ, ഒരു പെർട്ടിക്കുലർ ന്യൂമറിക്കൽ വാല്യൂ കിട്ടാൻ വേണ്ടി യൂസ് ചെയ്യുന്ന രണ്ട് ഇക്വേഷൻസ് ആണ് പെർസെൻറ്റേജ് ഇലോങ്ങേഷൻ. രണ്ട് ഇതാണ് പെർസെൻറ്റേജ് ഇലോങ്ങേഷനും നമ്മൾ പെർസെൻറ്റേജ് ഇലോങ്ങേഷൻ ഇൻ ലെങ്ത്തും പെർസെൻറ്റേജ് റിഡക്ഷൻ ഇൻ ഏരിയയും. ഈ രണ്ട് വാല്യൂസ് ബേസ് ചെയ്തിട്ടാണ് നമ്മളൊരു ഡക്റ്റിലിറ്റിക്ക് ഒരു ന്യൂമറിക്കൽ വാല്യൂ അസൈൻ ചെയ്യുന്നത്. സോ പെർസെൻറ്റേജ് ഇലോങ്ങേഷൻ ഇൻ ലെങ്ത് മീൻസ് ഫൈനൽ ലെങ്ത് മൈനസ് ഒറിജിനൽ ലെങ്ത് കമ്പയർഡ് ടു ദ ഒറിജിനൽ ലെങ്ത്. എത്ര പെർസെൻറ്റേജ് ചേഞ്ച് വന്നു ഒറിജിനൽ ലെങ്ത് ആയിട്ട് നോക്കുമ്പം ആ ഒബ്ജക്റ്റിന് എത്ര പെർസെൻറ്റേജ് ഡിഫോർമേഷൻ ഉണ്ടായി, ചേഞ്ച് ഇൻ ലെങ്ത് ഉണ്ടായി, അതിനെ വിളിക്കുന്ന പേരാണ് പെർസെൻറ്റേജ് ഇലോങ്ങേഷൻ. അതേപോലെ പെർസെൻറ്റേജ് റിഡക്ഷൻ ഇൻ ഏരിയ, ഒറിജിനൽ ഏരിയ ആയിട്ട് കമ്പയർ ചെയ്യുമ്പം എത്ര എമൗണ്ട് ഡിക്രീസ് ആയി, ഏരിയയ്ക്ക് എത്ര എമൗണ്ട് ചേഞ്ച് വന്നു കമ്പയർഡ് ടു ദ ഒറിജിനൽ ഏരിയ ആയിട്ട് കമ്പയർ ചെയ്യുമ്പം എത്ര എമൗണ്ട് ഏരിയയ്ക്ക് ചേഞ്ച് വന്നു, അതിനെ വിളിക്കുന്ന പേരാണ് പെർസെൻറ്റേജ് റിഡക്ഷൻ ഇൻ ഏരിയ. ഈ രണ്ട് വാല്യൂസ് വെച്ചിട്ടാണ് നമ്മൾ ഡക്റ്റിലിറ്റിക്ക് ഒരു ന്യൂമറിക്കൽ മെഷർ കൊടുക്കുന്നത്. ഓക്കെ, ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. എക്സാമ്പിൾ നമുക്ക് നോക്കാം. അതിനു മുമ്പ് ബ്രിട്ടിൽ മെറ്റീരിയലും കൂടി പറയാം. Brittle material means materials that exhibit little or no yielding before failure are referred to as brittle material. ഫെയിലിയറിന് മുമ്പ് തീരെ yielding ഉണ്ടാവില്ല, സഡൻ ഫെയിലിയർ ആയിരിക്കും. ഇപ്പോൾ ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് മരിക്കാന്നൊക്കെ പറയാം, പെട്ടെന്ന് മരിക്കുന്നില്ല. അതേപോലെ ഇവിടെ അങ്ങനത്തെ മെറ്റീരിയലാണ് ബ്രിട്ടിൽ മെറ്റീരിയൽ. സഡൻ ഫെയിലിയർ ആയിരിക്കും, പെട്ടെന്ന് ബ്രേക്ക് ആയി പോകും. ഫോർ എക്സാമ്പിൾ, ടിപ്പിക്കൽ എക്സാമ്പിൾ കാസ്റ്റ് അയൺ ഒരു ടിപ്പിക്കൽ എക്സാമ്പിൾ ആണ്. കോൺക്രീറ്റ് അനദർ എക്സാമ്പിൾ. അലുമിനിയം, ദെൻ ഹൈ കാർബൺ സ്റ്റീൽ. നേരത്തെ നമ്മൾ മൈൽഡ് ലോ കാർബൺ സ്റ്റീലാണ് കൺസിഡർ ചെയ്തത്. ഹൈ കാർബൺ കണ്ടന്റ് ഉള്ള സ്റ്റീലും ബ്രിട്ടിൽ മെറ്റീരിയലിൻ്റെ കാറ്റഗറിയിൽ വരും. ഇവിടെയൊക്കെ ഈൽഡിങ് ഇല്ല, ഇവിടെ വെച്ച് ഫൈനലി മെറ്റീരിയൽ ഫ്രാക്ചറായി, ബ്രേക്കായി, ഈ പോയിന്റ് വെച്ചിട്ട് സഡൻ ആയിട്ട് ബ്രേക്ക് ആയത്. ഇങ്ങനത്തെ മെറ്റീരിയലിനെയാണ് ബ്രിട്ടിൽ മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഇതാണ് അതിൻ്റെ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രത്തിൻ്റെ ഒരു അപ്രോക്സിമേറ്റ് ഷേപ്പ്. ഓക്കെ, ഇതാണ് ബ്രിട്ടിൽ മെറ്റീരിയൽ. ഇനി നമുക്ക് പക്ഷേ ബ്രിട്ടിൽ മെറ്റീരിയലിൻ്റെ കേസിൽ നമുക്ക് ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഡിസൈനിൽ ഈൽഡ് പോയിന്റ് ഒക്കെ നമുക്ക് വളരെ അത്യാവശ്യമാണ്. മെറ്റീരിയലിൻ്റെ ഈൽഡ് പോയിന്റ് കാൽക്കുലേഷൻ, ഈൽഡ് പോയിന്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ അതെങ്ങനെ ലൊക്കേറ്റ് ചെയ്യും എന്നുള്ളതാണ് നെക്സ്റ്റ് ഒന്ന് അറിയാനുള്ളത്. നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊന്നും വേണ്ട. സോ ഫോർ ബ്രിട്ടിൽ മെറ്റീരിയൽ അല്ലെങ്കിൽ ഇതുപോലത്തെ ഈൽഡ് പോയിന്റ് സ്പെസിഫിക് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റാത്ത മെറ്റീരിയൽ ആണെങ്കിൽ നമുക്ക് ഈൽഡ് പോയിന്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഓഫ്സെറ്റ് മെത്തേഡ്. സോ നമുക്ക് ഇങ്ങനെ ഒരു ഗ്രാഫ് ഉണ്ട്. അപ്പോൾ ഇത് ഫൈനലി ഇവിടെ എത്തുമ്പോൾ തന്നെ ബ്രേക്ക് ആയിപ്പോയി. ഇതിലെ ഓരോ പോയിന്റ് നമുക്ക് അറിയില്ല, ഈൽഡ് പോയിന്റ് ഒന്നും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഡിസൈൻ ചെയ്യുമ്പോൾ ഈൽഡ് പോയിന്റ് നമുക്ക് ആവശ്യമാണ്. സോ ഈൽഡ് പോയിന്റ് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ഇനീഷ്യലി ഒരു സ്ട്രെയിറ്റ് ലൈൻ പോർഷൻ ഇല്ലേ, ഈ ഗ്രാഫിനൊരു സ്റ്റാർട്ടിങ്ങിൽ സ്ട്രെസ്സും ഇല്ലാതെ പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റ് വരെ സ്ട്രെസ്സും സ്ട്രെയിനും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഈ സ്ട്രെയിറ്റ് ലൈൻ പോർഷന് പാരലായിട്ട് നമ്മൾ ഇവിടെ ഒരു 0.2% സ്ട്രെസ് നമ്മൾ അസ്യൂം ചെയ്യും. ആ പോയിന്റിൽ ഒരു 0.2% സ്ട്രെയിൻ എടുക്കും. ആ ഒരു 0.2% സ്ട്രെയിനിൻ്റെ വാല്യൂവിൽ വെച്ചിട്ട് ഈ ഒരു ലൈനിന് പാരലായിട്ട് നമ്മളൊരു ലൈന് വരയ്ക്കും, ഈ സെക്കൻഡ് ലൈൻ. ഓക്കെ, ആ ലൈന് ഈ ഗ്രാഫിനെ എവിടെയാണോ മീറ്റ് ചെയ്യുന്നത് ആ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ സ്ട്രെസ്സിനെയാണ് നമ്മൾ ഈൽഡ് സ്ട്രെസ് ആയിട്ട് ഇങ്ങനത്തെ മെറ്റീരിയലിൽ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യാം. ഇതൊരു പ്രൊസീജിയറാണ്, സ്റ്റാൻഡേർഡ് പ്രൊസീജിയറാണ്. മെറ്റീരിയലിന് ഈൽഡ് പോയിന്റ് ഡയറക്റ്റ്ലി എക്സാക്റ്റ് ആയിട്ട് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത മെറ്റീരിയൽ ഉണ്ടെങ്കിൽ
yield point locate ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഓഫ്സെറ്റ് മെത്തേഡ്. For materials that do not have a well-defined yield point, yield stress is determined by offset method. Yield stress is defined by offset method. This method consists of drawing a line parallel to the initial tangent of the stress strain curve. Initially, ഈ straight line വരുന്ന ഈ stress വരുന്ന ലൈനിന് പാരലൽ ആയിട്ട് വേറൊരു ലൈൻ വരയ്ക്കുന്ന ഒരു മെത്തേഡാണ്. ഈ ലൈൻ ഈ പാരലൽ ലൈൻ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം? അതായത് 0.2% സ്ട്രെയിൻ വരുന്ന അല്ലെങ്കിൽ സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു 0.002 ഈ വാല്യൂ വരുന്ന ഈ ഗ്രാഫിൽ 0.002 എന്നുള്ള വാല്യൂ എടുക്കുക. ആ പോയിന്റിൽ നിന്ന് ഇനീഷ്യൽ സ്ട്രെയിറ്റ് ലൈന് പാരലൽ ആയിട്ട് ഒരു ലൈൻ വരയ്ക്കുക, അത് മീറ്റ് ചെയ്യുന്നു. ദ ഇന്റർസെക്ഷൻ ഓഫ് ദിസ് ലൈൻ വിത്ത് ദ സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഷോൺ ഇൻ ഫിഗർ ഈസ് കോൾഡ് ദ yield പോയിന്റ് അറ്റ് 0.2% ഓഫ്സെറ്റ്. ഇങ്ങനെയാണ് yield പോയിന്റ് ലൊക്കേറ്റ് ചെയ്യുക. ബ്രിട്ടിൽ മെറ്റീരിയലിൻ്റെ കേസിലൊക്കെ yield പോയിന്റ് ലൊക്കേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അത് വെച്ചിട്ടാണ് ബ്രിട്ടിൽ മെറ്റീരിയലിനൊക്കെ ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് പോയ്സോൺസ് റേഷ്യോ ആണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അതിന് മുമ്പ് നമുക്ക് ഇവിടെ ഒരു സിമ്പിൾ എക്സാമ്പിൾ ഉണ്ട്, ഇതൊന്ന് ഓടിച്ച് നോക്കാം. നമുക്ക് അറിയുന്ന എക്സാമ്പിളാണ്. The following data was recorded during tensile step made on a standard tensile test specimen. Original diameter, initial diameter and initial gauge length is 15 cm and 60 mm. മിനിമം ഡയമീറ്റർ അതായത് ഫൈനൽ ആ പൊട്ടുന്ന സമയത്ത് ഉണ്ടാകുന്ന ഡയമീറ്റർ കുറഞ്ഞ് ആ പൊട്ടുന്ന ബ്രേക്കിങ്ങിന് സമയത്ത് ഉണ്ടാകുന്ന മിനിമം ഡയമീറ്റർ അറ്റ് ഫ്രാക്ചർ ഈസ് 10 mm. ദെൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഗേജ് പോയിന്റ്സ് അറ്റ് ഫ്രാക്ചർ ഈസ് 75 mm. ഇപ്പോൾ ഇനീഷ്യലി ഉള്ള ലെങ്ത് ഉണ്ട്, ഇത് ലോഡ് കൊടുക്കുമ്പോൾ ഈ ലെങ്ത് കൂടും. ആ പൊട്ടുന്ന സമയത്ത് ഈ രണ്ട് പോയിന്റ് നമ്മൾ ഇനീഷ്യൽ നമ്മൾ രണ്ട് പോയിന്റ് ഫിക്സ് ചെയ്ത് വെക്കും. ആ രണ്ട് പോയിന്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇറ്റ് ഈസ് 75 mm ആയിരുന്നു. ഇനീഷ്യൽ ലെങ്ത് 60 mm ആയിരുന്നു. ഇനീഷ്യൽ 60 mm ആണ്, ഫൈനലി അത് 75 mm ആയിട്ട് ഇൻക്രീസ് ആയി. ദെൻ ലോഡ് അറ്റ് yield പോയിന്റ് അറ്റ് ഫ്രാക്ചർ. ഓരോ yield പോയിന്റിലുള്ള ലോഡ് ഇതാണ് ലോഡ് അറ്റ് yield പോയിന്റ്. ഫ്രാക്ചർ ടൈമിലുള്ള ലോഡ് പിൻ്റെ വാല്യൂ ഇതാണ്. മാക്സിമം ലോഡ് അതായത് അൾട്ടിമേറ്റ് ലോഡ് ദ സ്പെസിമെൻ ക്യാൻ ടേക്ക് ഈസ് 70 kN. അൾട്ടിമേറ്റ് ലോഡ് 70 kN ആണ്. ദെൻ ഇങ്ങനെയാണെങ്കിൽ യു ഹാവ് ടു കാൽക്കുലേറ്റ് yield സ്ട്രെങ്ത്, അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് ആൻഡ് ബ്രേക്കിംഗ് സ്ട്രെങ്ത്. Then finally, second part, percentage elongation, percentage reduction in area and nominal and true stress at fracture. ഇത്രയും സംഭവങ്ങളാണ് കണ്ടുപിടിക്കാനുള്ളത്. സിമ്പിളാണ്. ഈ ഓരോ സ്ട്രെങ്ത്തും കണ്ടുപിടിക്കണമെങ്കിൽ yield സ്ട്രെങ്ത് കണ്ടുപിടിക്കണമെങ്കിൽ yield ലോഡ് അറ്റ് ദ yield പോയിന്റ്, ആ yield പോയിന്റിലുള്ള ലോഡ് എടുക്കുക ഡിവൈഡഡ് ബൈ ഒറിജിനൽ ഏരിയ. ഇനീഷ്യലി ആ സ്പെസിമെൻ എന്തായിരുന്നു ഏരിയ ഉണ്ടായിരുന്നു അതെടുത്താൽ മതി. അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെസ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? അൾട്ടിമേറ്റ് ലോഡ് എടുക്കുക, ലോഡ് അറ്റ് അൾട്ടിമേറ്റ് പോയിന്റ് ഡിവൈഡഡ് ബൈ കറസ്പോണ്ടിങ് ഏരിയ. അങ്ങനെ ഓരോന്ന് ചെയ്താൽ മതി. ദെൻ പെർസെൻറ്റേജ് ഇലോങ്ങേഷൻ്റെ ഇക്വേഷൻ അറിയാം, പെർസെൻറ്റേജ് റിഡക്ഷൻ ഇൻ ഏരിയൻ്റെ ഇക്വേഷൻ അറിയാം, അത് ചെയ്താൽ അത് കിട്ടും. ദെൻ നോമിനൽ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കണ്ടുപിടിക്കുന്ന ട്രൂ സ്ട്രെസ് കണ്ടുപിടിക്കാൻ ഏത് സ്ട്രെസ് ഫ്രാക്ചറിലെ സ്ട്രെസ്സാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ ഫ്രാക്ചറിലുള്ള ലോഡ് ഡിവൈഡഡ് ബൈ ഫ്രാക്ചർ ടൈമിലുള്ള ഏരിയ എടുക്കുക. രണ്ടും ആ ഫ്രാക്ചർ എന്നുള്ള ആ ഇൻസ്റ്റൻറ്റിലുള്ള ലോഡും ഏരിയയും യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ട്രൂ സ്ട്രെസ് കിട്ടും അറ്റ് ഫ്രാക്ചർ. സോ നമുക്ക് ക്വസ്റ്റ്യനിൽ ഇനീഷ്യൽ ഡയമീറ്റർ തന്നിട്ടുണ്ട്, സോ ഒറിജിനൽ ഏരിയ A0 കണ്ടുപിടിക്കാം. ഫൈനൽ ഡയമീറ്റർ തന്നിട്ടുണ്ട്, സോ ഫൈനൽ ഏരിയയും കണ്ടുപിടിക്കാം. ഒറിജിനൽ ഡയമീറ്റർ 15 ആണ്, ഫൈനൽ ഡയമീറ്റർ 10 ആണ്. സോ അത് വെച്ചിട്ട് ഇനീഷ്യൽ ഏരിയ കണ്ടുപിടിച്ചു, ഫൈനൽ ഏരിയയും കണ്ടുപിടിച്ചു. നൗ yield സ്ട്രെങ്ത്. അപ്പോൾ ഇതിൽ കറക്റ്റ് ഡെഫിനേഷൻ തന്നിട്ടുണ്ട്. yield സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ yield പോയിന്റിലുള്ള ലോഡ് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ഏരിയ. സോ yield പോയിന്റിലുള്ള ലോഡ് ഇത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് 40 × 10⁻³ ആണ്. ഒറിജിനൽ ഏരിയ നമ്മൾ കണ്ടുപിടിച്ചു. സോ ദ വാല്യൂ ഈസ് ദിസ് മച്ച്. നൗ സെക്കൻഡ് കാണാൻ പറഞ്ഞത് അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് ആണ്. അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ മാക്സിമം ലോഡ് അല്ലെങ്കിൽ അൾട്ടിമേറ്റ് ലോഡ് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ഏരിയ. സോ അൾട്ടിമേറ്റ് ലോഡ് തന്നിട്ടുണ്ട് 70 × 10⁻³ ഡിവൈഡഡ് ബൈ ഏരിയ. ഈ വാല്യൂ കിട്ടി. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ദെൻ ബ്രേക്കിംഗ് സ്ട്രെങ്ത് മീൻസ് ഇറ്റ് ഈസ് ദ ലോഡ് അറ്റ് ഫ്രാക്ചർ ഓർ ലോഡ് അറ്റ് ബ്രേക്കിംഗ് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ഏരിയ. സോ ഇത് കിട്ടി. ദെൻ പെർസെൻറ്റേജ് ഇലോങ്ങേഷൻ ഇക്വേഷൻ അറിയാം. ഇത് സാധാരണ പെർസെൻറ്റേജിലാണ് പറയാറ്, അതുകൊണ്ടാണ് × 100 എടുത്തത്. 25%. പെർസെൻറ്റേജ് റിഡക്ഷൻ ഏരിയ 55.56%. ഇക്വേഷൻ ഡയറക്റ്റ്ലി യൂസ് ചെയ്താൽ മതി. ദെൻ നോമിനൽ സ്ട്രെങ്ത് അറ്റ് ബ്രേക്കിംഗ്, അതാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചത്. നോമിനൽ സ്ട്രെങ്ത് അറ്റ് ബ്രേക്കിംഗ് സ്ട്രെങ്ത്, നോമിനൽ സ്ട്രെങ്ത് അറ്റ് ഫ്രാക്ചർ ടൈമിലുള്ള നോമിനൽ സ്ട്രെങ്ത്. ഓക്കെ, അത് ചെയ്താൽ ലോഡ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചാണ്, ലോഡ് അറ്റ് ഫ്രാക്ചർ ഡിവൈഡ് ബൈ ഏരിയ, ഇത് കിട്ടും. ദെൻ ട്രൂ സ്ട്രെസ്, ഇത് നോക്കുക. ട്രൂ സ്ട്രെസ് മീൻസ്
ട്രൂ സ്ട്രെസ് അറ്റ് ഫ്രാക്ചർ ആണ് ചോദിച്ചിട്ടുള്ളത്. സോ അറ്റ് ഫ്രാക്ചർ ആയതുകൊണ്ട് ലോഡ് അറ്റ് ഫ്രാക്ചർ ഡിവൈഡഡ് ബൈ ഫ്രാക്ചർ ടൈമിലുള്ള ഏരിയ, ഫൈനൽ ഏരിയ, അത് ചെയ്ത് കഴിഞ്ഞാൽ ട്രൂ സ്ട്രെസ് കിട്ടും. ഓക്കെ. ബാക്കി എല്ലാ കേസിലും ഇവിടെയൊക്കെ ബാക്കി എല്ലാ സ്ട്രെങ്ത്തും ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ സിംപിളി അത് നോമിനൽ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് സ്ട്രെങ്ത് ആണ്. അപ്പോൾ എല്ലായിടത്തും ഒറിജിനൽ ഏരിയ ആണ് എടുക്കേണ്ടത്. ഇവിടെയും അതിന് മുമ്പുള്ള ഇവിടെയെല്ലാം ഒറിജിനൽ ഏരിയ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇവിടെ മാത്രം ട്രൂ സ്ട്രെസ്സിൽ മാത്രം ആ ഇൻസ്റ്റൻ്റ് ഉള്ള ഏരിയ എടുക്കുക. ഓക്കെ.